Good morning. Morning all. സീന മാം ജോയിൻ ചെയ്തിട്ടുണ്ടോ? യെസ്, ഗുഡ് മോർണിംഗ് മാം. സ്റ്റാർട്ട് ചെയ്യാലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഒരു മിനിറ്റ്. സ്റ്റാർട്ട് ചെയ്യാലോ മാം? സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സീന. കുറച്ച് ക്ലാസ്സുകൾ മുമ്പുള്ള നമ്മളിപ്പോൾ മോർണിംഗ് സർക്കിളിൽ വന്നിട്ടുണ്ട്. കുറേ പേർക്ക് അറിയാം. പിന്നെ കൂടാതെ ഇപ്രാവശ്യം ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ബാച്ച് 22-ലെ ഒരു പിന്നെ പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സിലെ ഒരാളും കൂടിയാണ്. ഇനി നമ്മളെ ഇന്നത്തെ ടോപ്പിക്ക് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? എന്താണ് ഇന്നത്തെ ടോപ്പിക്ക്? ലിഫ്ന മാം, എന്താണ് ടോപ്പിക്ക്? ദി ഫസ്റ്റ് ആൻഡ് എവർലാസ്റ്റിംഗ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇത് എന്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, അല്ലെ എന്തായിരിക്കും എൻ്റെ ടോപ്പിക് എന്ന് ഏവർക്കും മനസ്സിലായിട്ടുണ്ടാവും. സുജ മാം, എന്തിനെ കുറിച്ചായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്? ഹോമാണോ? അതായത് വീട് എന്നുള്ളതിൽ നിന്ന് കുറച്ചുകൂടെ നമ്മൾ ഒന്നുകൂടെ ഡെപ്തായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കുടുംബം. ഓക്കെ. അപ്പോൾ യെസ്, കുടുംബം എന്ന സർവകലാശാലയെ കുറിച്ചാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതായത് നമ്മൾക്ക് ഏവർക്കും അറിയാം, ഒരു ഏറ്റവും ഏറ്റവും ഫെമിലിയർ ആയതും അല്ലെ, നമുക്ക് എല്ലാവരും എന്താണ് ഓരോ കുടുംബത്തിൽ നിന്ന് വരുന്ന ആളുകളാണ്. അങ്ങനെ നമ്മൾ എന്താണ് വിമ്പിളിലെത്തി അതും ഒരു കുടുംബമായി മാറി അല്ലെ. എവിടെയും നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പിലൂടെ അല്ലെ ഒരു കുടുംബമായിട്ട് അങ്ങനെ മുന്നോട്ട് പോവാറുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റ് കുടുംബം എന്ന സർവകലാശാലയെ കുറിച്ചാണ്. അതായത് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് നമ്മൾ ഒരുപാട് കോഴ്സുകൾ കഴിഞ്ഞില്ലേ, ഡിഗ്രി, PG, അങ്ങനെ പല കോഴ്സുകൾ പലരും കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് സർട്ടിഫിക്കറ്റ് അല്ലെ, കോൺവെക്കേഷൻ പ്രോഗ്രാമുകളിലൂടെ സർട്ടിഫിക്കറ്റ് ഒക്കെ കൈകളിൽ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ സർട്ടിഫിക്കറ്റിലൊക്കെ ഓരോരോ എന്താണ് യൂണിവേഴ്സിറ്റികളുടെ പേരുകൾ നമുക്ക് കാണാം. പക്ഷെ ഇവിടെ ഒന്നും നമ്മൾ പേരുകളോ കാര്യങ്ങളോ കാണാത്ത ഒരു യൂണിവേഴ്സിറ്റിയാണ് ശരിക്കും നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്. പേരുകൾ എന്ന് പറഞ്ഞാൽ കുടുംബത്തിന്റെ പേരുണ്ട്, പക്ഷെ നമുക്ക് സർട്ടിഫിക്കറ്റുകളോ കാര്യങ്ങളോ ലഭിക്കുന്നില്ല. പക്ഷെങ്കിൽ ഈ ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സർവകലാശാലയിൽ നിന്നാണ് നമ്മൾ പലതും പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ എന്നാൽ അവിടെ ആ പഠനം ഒരിക്കലും അവസാനിക്കുന്നുമില്ല. അതാണ് ഈ കുടുംബത്തിന്റെ പ്രത്യേകത. അപ്പൊ കുടുംബം എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട അതിനൊരു ഡെഫിനിഷൻ പോലെയൊക്കെ പറയുമ്പോൾ എല്ലാവരും പറയാറുള്ളത് തന്നെയാണ്, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. അപ്പൊ ഈ കുടുംബത്തിൽ നിന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു? എന്തുകൊണ്ടാണ് ഞാൻ ഈ കുടുംബത്തെ സർവകലാശാല അല്ലെ യൂണിവേഴ്സിറ്റി എന്നതിനോട് ഉപമിക്കാനുള്ള കാരണം? അതായത് പല കാരണങ്ങൾ കൊണ്ടാണ്. അതായത് നമ്മൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മറ്റുള്ള ജീവികളൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ കൂടുതൽ എന്താണ് അതിൻ്റെ പിന്നെ അല്ലെ ഏത് ജീവിയാണെങ്കിലും അവർ സ്വയം കാര്യങ്ങൾ ചെയ്ത് പഠിക്കാറാണ് കൂടുതലുമുള്ളത്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സഹായനായ ഒരു ജീവിയായിട്ട് അല്ലെ ഒരു കുഞ്ഞായിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. അത് നമ്മൾ പിന്നീട് ഓരോ കാര്യങ്ങളും നമ്മൾ മറ്റു പലരും ചെയ്ത് കാണിച്ചിട്ടും അല്ലെ മറ്റു പലരിലൂടെയുമാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുന്നത്. അത് നമ്മൾ പഠിക്കുന്നതും എവിടെ നിന്നാണ് ആ പഠനം നമുക്ക് തുടങ്ങുന്നത്, ആരംഭിക്കുന്നത് തന്നെ അത് കുടുംബത്തിൽ നിന്നാണ്. അപ്പോൾ ഈ കുടുംബത്തിൽ നിന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലെ, അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പാഠങ്ങൾ നമ്മുടെ കുടുംബത്തിലൂടെ നമ്മൾ ഓരോരുത്തരും പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കുടുംബത്തിന്റെ അല്ലെ നമ്മുടെ ഒരു മനുഷ്യനെ കാണുമ്പോൾ അല്ലെ മനുഷ്യന്റെ സ്വഭാവങ്ങൾ, മനുഷ്യന്റെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴും നമ്മൾ അവരുടെ കുടുംബത്തിന്റെ ആ ഒരു എന്താണ് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു സ്വഭാവ രൂപീകരണത്തിലൂടെയൊക്കെയാണ് ഓരോ മനുഷ്യനും സമൂഹത്തിലേക്ക് എത്തിച്ചേരുന്നത്.
അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു കുടുംബത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്? അതിന് ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയാനുള്ള കാരണം എന്താണ്? അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ പഠിക്കുന്നത് ഇമോഷണൽ കരിക്കുലമാണ്. അതായത് കുറഞ്ഞ കുറഞ്ഞ പോയിന്റുകളാക്കി ഞാൻ പറയാണ്. ഒന്നാമത്തെ നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഇമോഷണൽ കരിക്കുലം. അതായത് ഇമോഷണൽ കരിക്കുലം എന്ന് പറയും നമ്മൾ ഓരോ വികാരങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഏറ്റവും പ്രധാനമായിട്ട് സ്നേഹം, അല്ലെ? സ്നേഹം എന്ന സ്നേഹത്തെ കുറിച്ച് പഠിക്കുന്നത് ആദ്യം തന്നെ എന്താണ്? കുടുംബത്തിൽ നിന്നാണ്, അല്ലെ? അമ്മയിൽ നിന്നാണ്, അല്ലെ? അതാരും പറഞ്ഞു തരേണ്ട, നമുക്ക് അമ്മയിൽ നിന്നാണ് നമ്മൾ സ്നേഹം എന്നുള്ള വാക്കിന്റെ, അല്ലെ, അർത്ഥവും അതിന്റെ വ്യാപ്തിയും എല്ലാം നമ്മൾ പഠിക്കുന്നത് അമ്മയിൽ നിന്നാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് പല വികാരങ്ങളെയും നമുക്ക് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ദേഷ്യം, അല്ലെ, അങ്ങനെയുള്ള പല വികാരങ്ങളെയും നിയന്ത്രിക്കാനും അതേപോലെ തന്നെ അതെങ്ങനെ നമുക്ക്, അല്ലെ, പല കാര്യങ്ങളും, അല്ലെ, കരുണ, സഹാനുഭൂതി, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. അതിൻ്റെയൊക്കെ പഠനത്തിന്റെ ആരംഭം തന്നെ, അതായത് ഇതെങ്ങനെ പെരുമാറണം ഓരോ സമയത്തും, ഏതൊക്കെ തരത്തിലുള്ള രീതികളിലൂടെയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും കുടുംബത്തിൽ നിന്നാണ്. അത് പലപ്പോഴും നമ്മൾ നമ്മുടെ പാരൻസിൽ നിന്ന്, അല്ലെ, പാരൻസിൽ നിന്ന് മാത്രമല്ല, അത് നമ്മളെ എന്താണ് നമ്മുടെ സഹോദരങ്ങളിൽ നിന്നും എല്ലാം, അങ്ങനെ പലരിൽ നിന്നും നമ്മൾ ഓരോരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കണം. അതുകൊണ്ട് തന്നെയാണ് ആദ്യം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇമോഷണൽ കരിക്കുലം എന്ന് പറയുമ്പോൾ, അതായത് നമുക്ക് വൈകാരികമായിട്ടുള്ള പല പാഠങ്ങളുടെയും തുടക്കം തന്നെ, അല്ലെ, അത് ഏറ്റവും കൂടുതൽ നമ്മൾ പഠിച്ചെടുക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട, അപ്പൊ കുടുംബം എന്ന് പറയുമ്പോൾ, അല്ലെ, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ആദ്യമായിട്ട് നമുക്ക് അക്ഷരങ്ങൾ പോലും പഠിപ്പിക്കുന്നത്, അല്ലെ, കുടുംബമാണ്, അല്ലെ, അമ്മയാണ്. അമ്മയിൽ നിന്നാണ് നമ്മുടെ ആദ്യാക്ഷരങ്ങൾ പഠിച്ചെടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളുടെയും പഠനത്തിന്റെ ആരംഭം തന്നെ കുടുംബത്തിൽ നിന്നാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ കുടുംബത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അതായത് നമ്മളെ ഏറ്റവും മോറൽ ആൻഡ് എത്തിക്കൽ കരിക്കുലത്തിനെ കുറിച്ചാണ്. സെക്കൻഡ്, നമ്മൾ കുടുംബത്തിൽ നിന്ന് പഠിക്കുന്നത് ധാർമ്മികമായ പാഠങ്ങളാണ്. ഈ ധാർമ്മികമായ പാഠങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ രീതിയിൽ നമ്മൾ ഓരോ കാര്യങ്ങളെയും സമീപിക്കണം, അല്ലെ? പലതരത്തിലുള്ള വാല്യൂസ്, അതായത് മോറൽ വാല്യൂസ് പലതും നമ്മൾ പഠിച്ചെടുക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് പല പ്രശ്നങ്ങളും വരുമ്പോഴും നമ്മൾ പെട്ടെന്ന് ഏതെങ്കിലും ഒരു കുട്ടീനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആളുകളെ സംബന്ധിച്ചൊക്കെ മോശമായിട്ടുള്ള ഒരു പത്രവാർത്തയോ അല്ലെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന്, അല്ലെ, ആരായാലും ശരി, പെട്ടെന്ന് നോക്കുക എന്താണ് അത് അവരുടെ ഫാമിലി, അല്ലെ, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ആളുകൾ പറയാം അത് ആ ഫാമിലിയുടെ പ്രശ്നമാണ്, അല്ലെ, അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് പോവാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വാല്യൂസും നമ്മൾ പഠിച്ചെടുക്കുന്നത് എവിടെ നിന്നാണ്? കുടുംബത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അത് പഠിപ്പിക്കേണ്ട, അതായത് നല്ല ധാർമ്മികമായ മൂല്യങ്ങൾ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വവും കുടുംബത്തിനുണ്ട്. കുടുംബത്തിന്റെ രക്ഷിതാക്കളായിക്കോട്ടെ, അവർ ഏറ്റവും നല്ല രീതിയിലുള്ള ഇത്തരം ധാർമ്മികമായ മൂല്യങ്ങൾ കുഞ്ഞുങ്ങളിലേക്ക് ചെറുപ്പകാലം മുതലേ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള നല്ല നല്ല അറിവുകളിലൂടെയാണ് ഒരു കുട്ടിയുടെ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതിൽ രൂപപ്പെടുത്തേണ്ടത്, അതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് കുടുംബമാണ്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ കരിക്കുലമാണ്, അല്ലെ, ഫിനാൻഷ്യൽ ലിറ്ററസി. അതായത് ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുമ്പോൾ, അതായത് സാമ്പത്തികത്തെ നമ്മളിലെ അത്തരം അറിവുകൾ ശരിക്കും ലഭിക്കുന്നത് എവിടെ നിന്നാണ്? കുടുംബത്തിൽ നിന്നാണ്. അതായത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്, അതായത് നമുക്ക് നീഡ്സ്, വാണ്ട്സ്, അല്ലെ, അതായത് ആവശ്യങ്ങളും ഉണ്ട്, ആഗ്രഹങ്ങളും ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങളെയും എങ്ങനെ ബാലൻസ്, എല്ലാ ആഗ്രഹങ്ങളെയും നമുക്ക് ചിലപ്പോൾ എന്താക്കാൻ കഴിയാറില്ല, ഫുൾഫിൽ ചെയ്യാൻ കഴിയില്ല. ഫിനാൻഷ്യലി നോക്കുമ്പോൾ പല ക്രൈസിസും കാര്യങ്ങളായാലും പല പ്രതിസന്ധികളും ഉണ്ടാവും. അതൊക്കെ നമ്മൾ ഡീൽ ചെയ്യുന്നതും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും എങ്ങനെ നമ്മൾ ഓരോ പണത്തെ കൈകാര്യം ചെയ്യണം എന്നുള്ള ആദ്യ പാഠം ശരിക്ക് കുടുംബത്തിൽ നിന്ന് ലഭിക്കണം. അതിന് രക്ഷിതാക്കൾ പല കാര്യങ്ങളിലെയും കുട്ടികളെയും കൂടെ ഇൻവോൾവ് ചെയ്യിച്ച് അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ബോധം, അതായത്
പലപ്പോഴും പലരുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ പണം കയ്യിൽ വരാറുണ്ട്, പക്ഷെ ആ പണത്തെ എങ്ങനെ ഡീൽ ചെയ്യണം അല്ലെ കൈകാര്യം ചെയ്യണം എന്നുള്ള അറിയാതെ എത്രയോ ആളുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അറിവുകൾ അല്ലെ അടുക്കളയിൽ നിന്ന് തന്നെയാണ് ശരിക്കും അതിനെ നമ്മൾ പറയാറുണ്ട് അല്ലെ. ഏതെങ്കിലും ആളുകൾ വളരെ സാമ്പത്തികപരമായി പുരോഗതിയിൽ എത്തിയിട്ട് പിന്നീട് അവർ പെട്ടെന്ന് താഴ്ന്നു പോകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അല്ലെ കാണാറുണ്ട്, വായിക്കാറുണ്ട്, അല്ലെങ്കിൽ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് കേൾക്കാറുണ്ട്. പക്ഷെ അതെന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെയുള്ള ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റിന് അല്ലെ ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ലാത്തത് കൊണ്ടാണ്. പലപ്പോഴും പണം വരുമ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ശരിക്കും അത് തുടക്കത്തിലെ കുട്ടികളിലേക്ക് അത് എത്തിക്കേണ്ട ഉത്തരവാദിത്തം, അതിനെക്കുറിച്ചുള്ള പഠനം, അതായത് അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കിക്കേണ്ട ഉത്തരവാദിത്തം ഓരോ രക്ഷിതാവിനുമുണ്ട് അല്ലെ. ഒരു പണം കൊടുത്തു കഴിഞ്ഞാൽ അല്ല പണം കൊടുക്കുമ്പോഴത്തെ കുട്ടി മോശമാവുന്നു എന്നല്ല, പക്ഷെ അത് എങ്ങനെ ഇത് രീതിയിൽ നല്ല രീതിയിൽ അത് ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകത കൂടി കുട്ടികളെ പഠിപ്പിക്കുന്നത് ഓരോ രക്ഷിതാക്കളുമാണ് അല്ലെ. മാതാപിതാക്കൾക്ക് അതിന് ഏറ്റവും വലിയ റോളുണ്ട് എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ അപ്പൊ ഇതിൽ ഈ മൂന്ന് കാര്യങ്ങൾ അവർ വ്യക്തമാക്കി പഠിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഓരോ യൂണിവേഴ്സിറ്റികളിലും അധ്യാപകരുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മുടെ കുടുംബത്തിലെ അധ്യാപകർ ആരൊക്കെയാണ്, അതിലെ ടീച്ചേഴ്സ്, അതിൽ മെയിൻ ആയിട്ട് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ വൈസ് ചാൻസലേഴ്സ് അല്ലേ. അതിൽ ഞാൻ പറയുന്നു ഇവിടെ അച്ഛനും അമ്മയും തന്നെയാണ്, ഇവിടെ മാതാപിതാക്കളാണ് ഈ വൈസ് ചാൻസലറായിട്ട് നമ്മൾ പറയേണ്ടത്. കാരണം പല പാഠങ്ങളും ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്നത് ഈ എന്താണ് വൈസ് ചാൻസലർമാരായി ഞാൻ പറഞ്ഞ മാതാപിതാക്കളാണ്. ഈ മാതാപിതാക്കളുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അവരുടെ ഏറ്റവും തിരക്കിട്ടോടുന്ന ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ, പഴയ കാലഘട്ടത്തിലാണെങ്കിൽ അച്ഛൻ മാത്രം ജോലിക്ക് പോവുക, ആ ഉത്തരവാദിത്ത ബോധം അത് അച്ഛനിൽ നിന്ന് പഠിക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് നമുക്കത് പറയാൻ പറ്റില്ല. ഇന്ന് അച്ഛനും അമ്മയും ഒരുപോലെ ജോലിക്ക് പോവുകയും അപ്പൊ ഇവരുടെ രണ്ടാളുടെയും ഒരുമിച്ചുള്ള ഐക്യപൂർണമായിട്ടുള്ള ഒരു മാനേജ്മെന്റ് പലപ്പോഴും കുട്ടികളെ വളരെയധികം സ്വാധീനിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത് അവരാരിൽ നിന്നാണ്, ഈ മാതാപിതാക്കളിൽ നിന്നാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യം തന്നെ നമ്മൾക്ക് അധ്യാപകർ എന്ന് പറയുന്നത് ഓരോ പാരൻസും ചെറുപ്പകാലത്തെ കുട്ടികളുടെ ഏറ്റവും ആദ്യത്തെ അധ്യാപകരാണ്. അവർ നൽകുന്ന ഓരോ കാര്യങ്ങൾ, അതായത് അവരുടെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അനുകരണീയരായ വ്യക്തികളാണ് മനുഷ്യർ. അതായത് പെട്ടെന്ന് കുട്ടിക്കാലത്ത് പ്രത്യേകിച്ച് പലരെയും നമ്മൾ പെട്ടെന്ന് അനുകരിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം അനുകരണ സ്വഭാവം കുട്ടികളിൽ കൂടുതലുള്ളത് കൊണ്ട് തന്നെ എല്ലാ രക്ഷിതാക്കളും അതിനനുസരിച്ചുള്ള ഒരു അന്തരീക്ഷമാണ് വീടുകളിൽ ഉണ്ടാക്കേണ്ടത്. അതായത് പല വാക്കുകളുടെ ശുദ്ധി അല്ലെ, കൃത്യത, അത് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു കുട്ടി പഠിച്ചെടുക്കുന്നത് ശരിക്കും കുടുംബത്തിൽ നിന്നാണ്. അവരുപയോഗിക്കുന്ന പദങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. പലപ്പോഴും നമ്മൾ സ്കൂളുകളിൽ അല്ലെ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും ചില ആളുകളുടെ സംസാരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അല്ലെ, പ്രശ്നങ്ങൾ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ കുടുംബത്തിൽ നിന്നുള്ള ആ ഒരു പ്രശ്നങ്ങളായിരിക്കാം ആ ഒരു കുട്ടിയെ അത്തരം വാക്കുകൾ ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങൾ. അപ്പോൾ അത് നമ്മളും ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇതുപോലെ തന്നെയാണ് മറ്റൊരു അധ്യാപകർ എന്ന് പറയുന്നത് നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ അധ്യാപകരെ തന്നെയാണ്. കാരണം നമ്മൾ അറിയാം ഏതൊരു കുടുംബത്തിലും വഴക്കില്ലാത്ത, അതായത് ചെറിയ സഹോദരങ്ങൾ തമ്മിൽ വഴക്കടിക്കാത്ത ആളുകൾ ഉണ്ടാവില്ല. അപ്പൊ നമ്മളായാലും ശരി കുട്ടിക്കാലത്തെ കുറെ കാര്യങ്ങൾക്ക് നമ്മൾ എന്തിനെങ്കിലും ഒരു ചോക്ലേറ്റ് അല്ലെ വേറെ എന്തെങ്കിലും എടുത്തിട്ടും അല്ലെങ്കിൽ അവരുടെ ഒന്നിലെ ബുക്ക് പോയിട്ട് എന്തെങ്കിലും വരച്ചിട്ടൊക്കെ നമ്മളും വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഈ വഴക്കടിക്കുന്നതിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. കാരണം നമ്മളൊരു വഴക്കടിച്ചു കഴിഞ്ഞാൽ തന്നെ പാരൻസ് അല്ലെ അമ്മ വന്ന് ബഹളം വെക്കുമ്പോൾ അപ്പോൾ നമ്മളൊരു ടീമാവും. അപ്പോൾ നമുക്കൊരു
ടീം എന്താണെന്ന് അല്ലെ, ടീം മെമ്പേഴ്സിന്റെ റോൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും, അതുപോലെ തന്നെ അമ്മ അവിടെ വന്ന് ന്യായം അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ വന്ന് ഇന്നെന്ന കാര്യങ്ങളാണ് എന്ന് പറയുമ്പോൾ ആ കുട്ടി ശരിക്കും മനസ്സിലാക്കാണ് ഓരോ കാര്യങ്ങളെയും എങ്ങനെ സമീപിക്കണം, അപ്പൊ എവിടെയാണ് തെറ്റ് പറ്റിയത് അല്ലേ. അതുപോലെ തന്നെ ചിലപ്പോൾ പറയുമ്പോൾ കുട്ടികൾ പറയും അത് അവനാണ് അങ്ങനെയാണെന്ന് പറഞ്ഞു വാദപ്രതിവാദങ്ങൾ നടക്കാറുണ്ട്. പക്ഷെ ഒരു കുട്ടി ശരിക്കും അവിടെ വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോൾ അവൻ പല കാര്യങ്ങളിലും ഈ അതിജീവിക്കാനുള്ള ഒരു സർവൈവൽ എന്നുള്ള ഒരു ലെവലിലേക്ക് കുട്ടികൾ വളരുകയാണ്. അങ്ങനെ ഒരുമിച്ച് രണ്ടോ മൂന്നോ കുട്ടികൾ ഉണ്ടാവുമ്പോൾ അവർ തമ്മിൽ അങ്ങനെയുള്ളൊരു ബന്ധങ്ങൾ കൂടി, അപ്പോൾ ഓരോ സഹോദരങ്ങളിൽ നിന്നും പല കാര്യങ്ങൾ, പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പങ്കിടൽ എന്ന ക്വാളിറ്റി അല്ലെ, ഷെയറിങ് എന്നുള്ള ക്വാളിറ്റി നമ്മൾ പഠിച്ചെടുക്കുന്നത് നമ്മുടെ ആരിൽ നിന്നാണ്? സിബ്ലിങ്സിലെ നമ്മുടെ സഹോദരങ്ങളിൽ നിന്നാണ് നമ്മൾ പഠിച്ചെടുക്കുന്നത്. കാരണം ഒരു ചോക്ലേറ്റ് കിട്ടിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ഷെയർ ചെയ്യുന്നു. അങ്ങനെ ഷെയറിങ് എന്നുള്ള നല്ലൊരു കോൺസെപ്റ്റും നമ്മൾ എവിടുന്ന് മനസ്സിലാക്കുകയാണ്? നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ ഇപ്പോഴും പലപ്പോഴും പലരും ന്യൂക്ലിയർ ഫാമിലി ആയിട്ടാണ് കാണാറുള്ളത്. പക്ഷെ ആ ന്യൂക്ലിയർ ഫാമിലി ആണെങ്കിലും അവിടെയൊക്കെ നമ്മുടെ ഒരു പാരൻസിന്റെ ഗ്രാൻഡ് പാരൻസ് അല്ലെ, പാരൻസും അതുപോലെ തന്നെ ഗ്രാൻഡ് പാരൻസ് കൂടിയതാണ്, എല്ലാവരും കൂടിയതാണ് കുടുംബം എന്ന് പറയുന്നത്. അപ്പൊ ഈ കുട്ടികൾക്ക് ഇപ്പോൾ നമ്മളിപ്പോ വേറെ സ്ഥലങ്ങളിലൊക്കെ ആണ് ഓരോരുത്തരും ജീവിക്കുന്ന ജോലിപരമായിട്ടാണെങ്കിൽ പോലും ഒരു വെക്കേഷനൊക്കെ ഉണ്ടാകുമ്പോൾ അവർ നാട്ടിൽ വരുമ്പോൾ ഗ്രാൻഡ് പാരൻസിന്റെ ഒക്കെ കൂടെ അവർ ജീവിക്കുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് അറിവുകളുണ്ട്. അത് അവരുടെ എക്സ്പീരിയൻസ് കൊണ്ട് നേടിയെടുത്ത അറിവുകളിൽ നിന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരം ഒരുമിച്ച് നിൽക്കാനുള്ള സന്ദർഭങ്ങളൊക്കെ പലപ്പോഴും വർഷത്തിലൊരു കുറഞ്ഞ കാലയളവെങ്കിലും നമ്മൾ ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾ ഈ നമ്മളെക്കാൾ അതായത് അവരുടെ ഗ്രാൻഡ് പാരൻസ് അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെ അടുത്തു നിന്നൊക്കെ അവർ പല കാര്യങ്ങൾ അവർ പഠിച്ചെടുക്കുന്നുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറയും ഓൾഡ് ജനറേഷൻ അന്നത്തെ കാലഘട്ടത്തിലുള്ള കാര്യങ്ങൾ പോലെ ആണെങ്കിലും അന്ന് ഇത്തരം കാര്യങ്ങളായിരുന്നു അല്ലെ, അന്ന് ഇങ്ങനെ ആയിരുന്നു നമ്മുടെ ലോകമെന്ന്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിലൂടെയാണ് മുന്നോട്ട് നമ്മളിപ്പോൾ ഇന്ന് ഈ നിലയിൽ എത്തിയതെന്നുള്ള മനസ്സിലാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് നമ്മൾ കുട്ടികൾക്ക് നൽകുന്നത്. അതുകൊണ്ട് ഇത്തരം അങ്ങനെ ഒരുമിച്ച് ചേരാനുള്ള കുടുംബത്തിൻ്റെ ഒരുമിച്ച് ചേരാനുള്ള പല കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ കുട്ടികളെ കൊണ്ടുപോവുകയും അപ്പോൾ നമ്മൾ ഓരോ ബന്ധങ്ങളോടും നമ്മൾ എങ്ങനെ പെരുമാറണം എന്ന് മനസ്സിലാക്കുന്നതും കുട്ടികൾ കുടുംബത്തിൽ നിന്നാണ്. പിന്നെ പലപ്പോഴും നമ്മൾ ഇപ്പോഴും കാണാറുള്ള ഒരു ട്രെൻഡാണ്, അതായത് നമ്മൾ ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ പലപ്പോഴും കുട്ടികളാണെങ്കിൽ നീ പോയി വായിച്ചോ അല്ലെ അങ്ങനെ പറയുന്നത് കാണാറുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത്. കാരണം ഒരു ഗസ്റ്റ് വീട്ടിൽ വരുമ്പോൾ നമ്മൾ അവരെ എങ്ങനെ നമ്മൾ അവരോട് സമീപിക്കുന്നു അല്ലെ, അവരോട് ഇരിക്കാൻ പറയുന്നു, അവരെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു, അങ്ങനെയുള്ള ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ പഠിച്ചെടുക്കുന്നതും കുടുംബത്തിൽ നിന്നാണ്. അവരോട് നമ്മൾ വ്യക്തമായിട്ട് അവരോട് ഡീല് ചെയ്യുമ്പോൾ അത് കുട്ടിയും കൂടെ കാണണം. അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവണം ഒരു ഗസ്റ്റ് വന്നാൽ ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യണം. അതൊക്കെ അവർക്ക് എവിടെ നിന്നാണ് അവർ ആദ്യം തന്നെ പഠിച്ചെടുക്കേണ്ടത്? കുടുംബത്തിൽ നിന്നാണ്. കാരണം ഈ ഓരോ കുട്ടിയും നാളെ സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന ആളുകളാണ്. ഓരോ സ്കൂളുകളിലേക്ക് പോവാണ്, അത് കഴിഞ്ഞ് അവരുടെ പഠനങ്ങൾ കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഏറ്റവും ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കുടുംബമാണ്. ആ കുടുംബത്തിൽ നമ്മുടെ വേരുകൾ ഊന്നി അല്ലെ ഏറ്റവും ആഴത്തിലേക്ക് ഇറങ്ങേണ്ടതിൻ്റെ ആവശ്യകതയും ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. കാരണം അതെങ്ങനെ നമ്മൾ ആഴത്തിലേക്ക് കൊണ്ടുവരാം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് അവിടെ നമ്മൾ നല്ല സ്നേഹബന്ധങ്ങളിലൂടെയും അല്ലെ, പാരൻസിൻ്റെ ഏറ്റവും അടുപ്പത്തിലൂടെയും അവരുടെ ഈ കുട്ടികളെ ഓരോ കാര്യങ്ങളിലെയും നമ്മൾ ഇൻവോൾവ്മെന്റ് ചെയ്യിച്ചുകൊണ്ടും നമ്മൾ എന്താക്കണം, അവരെയും കൂടെ കൂട്ടിപ്പിടിക്കേണ്ടതുണ്ട്. അത്തരം പല പാഠങ്ങളും കുട്ടി പഠിക്കുന്നത് വീട്ടിൽ നിന്നാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം മാനേജ്മെന്റിന്റെ പല ടെക്നിക്സുകൾ
അല്ലാതെ ഒരു ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കുട്ടി ഫുഡ് കഴിച്ച് അല്ലേ, നമ്മൾ ഫുഡ് കൊടുത്ത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണോ ആ പ്ലേറ്റ് അവിടെ കൊണ്ടുപോയി അല്ലേ കഴുകാനോ, അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുക്കുക. അപ്പോൾ കുട്ടിക്ക് അവിടെ റെസ്പോൺസിബിലിറ്റി വരികയാണ്. അതുപോലെ തന്നെ ഈവനിങ് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണെങ്കിൽ പോലും അതൊക്കെ ഇവരെ വളരെയധികം ആഴത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തൻ്റെ കാര്യങ്ങൾ സ്വയമായിട്ടുള്ള ചെയ്യാനുള്ള പ്രാപ്തി കുട്ടികളിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കണം. പിന്നെ ഈ ഗ്രാൻഡ് പാരൻസിന്റെ ഇന്നത്തെ ന്യൂക്ലിയർ ഫാമിലി ആണെങ്കിൽ പോലും ഞാൻ പറഞ്ഞു, ഗ്രാൻഡ് പാരൻസിന്റെ മോറൽ വാല്യൂസ് അവരുടെ പല സ്റ്റോറികളിലൂടെയാണ് അവർ കുട്ടികളിലേക്ക് ഈ പല കാര്യങ്ങളും പകർന്നു കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ പകർന്നു കൊടുക്കുമ്പോൾ പലപ്പോഴും കുട്ടികളിൽ നല്ല ചിന്താശേഷി, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കഥകൾ പോലുള്ള എഴുതാനുള്ള അങ്ങനെ സർഗാത്മകമായ കഴിവുകൾ പോലും ഇത്തരം സ്റ്റോറികളിലൂടെ കുട്ടികളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ കുടുംബം എന്ന് ഉള്ള ആ ഒരു വലിയൊരു കോൺസെപ്റ്റ്, അതിപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ സമയത്തും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇപ്പം നമ്മൾ വിചാരിക്കും മറ്റുള്ള യൂണിവേഴ്സിറ്റികളിൽ എക്സാം നടക്കുന്നുണ്ട്, പക്ഷെ അതുപോലെ തന്നെ കുടുംബത്തിലും പല പരീക്ഷകളും ഉണ്ടാവുന്നുണ്ട്. അത് പല പരീക്ഷണങ്ങളുടെ രൂപത്തിലാണ് കുടുംബത്തിലേക്ക് പരീക്ഷകൾ വരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അതായത് എങ്ങനെയാണ് പരീക്ഷകൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് പല കുടുംബങ്ങളും നമ്മൾ കാണാറുണ്ട് അല്ലേ, അസുഖങ്ങളിലൂടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിനെ പതറാതെ ആ ഒരു പ്രതിസന്ധിയെ ധൈര്യപൂർവ്വം നേരിടുന്നത് കുട്ടികൾ കാണുന്നു അല്ലേ. പാരൻസ് അങ്ങനെ അതിനെങ്ങനെ അത് ഫേസ് ചെയ്യുന്നു, അതിനെങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ എന്തിലൂടെയാണ് കുട്ടികൾ മനസ്സിലാക്കുന്നത്? പാരൻസിന്റെ ഓരോരോ പ്രവൃത്തികളിലൂടെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പരീക്ഷകളെ നമ്മൾ കുടുംബത്തിൽ നേരിടുന്നുണ്ട്. അതിനെ നേരിടാനുള്ള പ്രാപ്തി നമ്മൾക്ക് കുടുംബത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ പറയാം. അതായത് നമ്മുടെ സർക്കസ് കാണാറില്ലേ പണ്ടത്തെ അല്ലെ. അപ്പൊ സർക്കസിന് പോകുമ്പോൾ ഈ ഊഞ്ഞാലാട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാവാറുണ്ട്. ഈ ഊഞ്ഞാലാട്ടത്തിന് പ്രത്യേക ഒരു അഞ്ചെട്ട് പേര് അഭ്യാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു ഊഞ്ഞാലിൽ നിന്ന് മറ്റൊരു ഊഞ്ഞാലിലേക്ക് അങ്ങനെ ചെയ്യാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ താഴെ അവരെന്ത് ചെയ്യുന്നുണ്ട്, വലിയൊരു നെറ്റ് വളരെ ഇതില് നല്ലോണം കെട്ടിയിട്ടാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ആകുമ്പോൾ ഓരോ അഭ്യാസിക്കും എന്ത് മനസ്സിലാവും, നമ്മൾക്ക് എന്തെങ്കിലും ഞാൻ അഥവാ ഒരു ഊഞ്ഞാലിൽ നിന്ന് മറ്റൊരു ഊഞ്ഞാലിലേക്ക് ഞാൻ അഭ്യാസ പ്രകടനം നടത്തുമ്പോൾ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാൽ ഞാൻ ആ താഴെ ആ സേഫായിട്ട് ആ നെറ്റിൽ വീഴും എന്നുള്ള ഒരു ധൈര്യമാണ് ഏതൊരു അഭ്യാസ പ്രകടനവും നടത്താൻ ആ അഭ്യാസിക്ക് കഴിയുന്നത്. ആ ഒരു ധൈര്യം നൽകുന്നത് അടിയിലുള്ള നല്ല ഭദ്രമായിട്ട് കെട്ടിയിട്ടുള്ള ആ നെറ്റാണ്. അതുപോലെ ആ നെറ്റിനോട് ഞാൻ കുടുംബത്തെ ഉപമിക്കുന്നു. കാരണം നമ്മൾക്ക് എന്ത് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും ഏറ്റവും ഈ കുടുംബം എന്ന് പറയുന്ന സുരക്ഷിതത്വം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഏതൊരു റിസ്ക് നമ്മൾ ഏറ്റെടുത്ത് നടത്തുമ്പോഴും നമുക്ക് ആ ഒരു റിസ്കിനെ ലഘൂകരിക്കാൻ നമുക്ക് ഈ കുടുംബത്തെ കൊണ്ട് സാധിക്കും. അതുപോലെ ഒരു നെറ്റ് പോലെ നിലനിൽക്കേണ്ടത് കുടുംബമാണ്. അങ്ങനെയുള്ള നിലനിൽക്കാൻ ഓരോ കുടുംബത്തിനും കഴിയണം എന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് അങ്ങനെ ഒരു ഭദ്രത അല്ലെ, അങ്ങനെ ഓരോ കുടുംബത്തിലുള്ള ഓരോ അംഗത്തിനും അങ്ങനെയുള്ള ഒരു ധൈര്യം നൽകാൻ കുടുംബത്തിന് കഴിയണം. എന്നാലേ അവർക്ക് അത് കൂടുതൽ ഈസിയാക്കാൻ അല്ലെ, വളർച്ചയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുള്ളൂ അല്ലെ. എന്ത് വന്നു കഴിഞ്ഞാലും എൻ്റെ കുടുംബം ഒപ്പമുണ്ട് എന്നുള്ള ഒരു ധൈര്യം ആർക്ക് വേണം? ഓരോ കുടുംബത്തിലുള്ള ഓരോ അംഗങ്ങൾക്കും ഉണ്ടാവണം. അത് ഉണ്ടാവണമെങ്കിൽ അതാണ് നമ്മുടെ ഇന്നത്തെ കാലത്ത് അതിൻ്റെ ഈ ഒരു ടോപ്പിക്കിന് ഒരുപാട് പ്രസക്തിയുണ്ട്. കാരണം പലപ്പോഴും കുടുംബ ബന്ധങ്ങളിലുള്ള പല പ്രശ്നങ്ങളും നമ്മൾ കാണാറുണ്ട് അല്ലേ.
പാരന്റിങ് ക്ലാസ്സുകൾ പോലുള്ള ആളുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അതൊക്കെ നമ്മൾ എന്താണ് ഓരോരോ കുട്ടികളുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കാറുണ്ട്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ തുടങ്ങുന്ന പ്രശ്നങ്ങൾ അത് ഇവിടെ അവസാനിക്കില്ല. അതാണ് നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ടത്. ഒരു കുടുംബത്തിലെ പ്രശ്നങ്ങൾ ആ കുടുംബത്തിൽ തന്നെ തീരില്ല. ഓരോ കുട്ടിയും കുടുംബത്തിൽ നിന്ന് സമൂഹത്തിലേക്കാണ് വരുന്നത്. അപ്പൊ ആ കുട്ടി ആ പ്രശ്നങ്ങൾ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അതേ ഒരു കാര്യങ്ങൾ കൊണ്ടാണ് ആ കുട്ടി സമൂഹത്തിലേക്ക് വരുന്നതെങ്കിൽ സമൂഹത്തിലും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വരുന്നത്. അല്ലെ അത്തരം ഒരു പ്രതിസന്ധികൾ ആ കുട്ടി ഫേസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ നന്നാവേണ്ടത് എവിടെയാണ്? കുടുംബമാണ്. അപ്പൊ കുടുംബം എന്ന സർവകലാശാലയിൽ ബിരുദദാന സർട്ടിഫിക്കറ്റ് ബിരുദദാന ചടങ്ങുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ ഒരിക്കലും ഇതിന് അവസാനിക്കുന്നുമില്ല. കുടുംബം എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് അല്ലെ ആ ഒരു സർവകലാശാലയിൽ നിന്ന് നമ്മൾ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്ന് ഒരുപാട് പേർക്ക് എനിക്ക് മനസ്സിലാവുന്ന കുടുംബത്തിന്റെ പ്രാധാന്യം എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആഫ്റ്റർ കോവിഡ് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഒരുപാട് ഫാമിലി ഗെറ്റ് ടുഗദറുകൾ അല്ലെ. ഇത്തരം കൂട്ടായ്മകളിലൂടെ അല്ലെ നമുക്ക് എന്താണ് അത് ഓരോ രീതിയിലുള്ള പലതരം ഫാമിലി എന്ന് പറയുന്നത് കുടുംബത്തിൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓരോരോ ഫാമിലി നമ്മൾ ഓരോന്ന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. സ്കൂളിന്റെ കൂട്ടായ്മകളുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ ഫാമിലി ഗെറ്റ് ടുഗദറിലൂടെയൊക്കെ നമ്മുടെ എന്താണ് കുടുംബം എന്താണെന്നും അതിൻ്റെ ഓരോ ബന്ധങ്ങൾ എന്താണെന്നും അതുപോലെ തന്നെ ബഹുമാനം എന്താണ് അങ്ങനെയുള്ള നമ്മുടെ മോറൽ വാല്യൂസ് ഒരു ജീവിതത്തിൽ ഒരു മനുഷ്യൻ നേടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ മോറൽ വാല്യൂസും പഠിക്കുന്നതും അത് പ്രാക്ടീസ് ചെയ്യുന്നതും ശരിക്കും കുടുംബത്തിലാണ്. ആ കുടുംബത്തിൽ നിന്ന് അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മൾ സൊസൈറ്റിയിൽ എത്തുമ്പോൾ നമുക്കത് അത് തുടർന്ന് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. കരുണ അല്ലെ ഒരു ജീവിയോടുള്ള. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന പോയിന്റ് അതും കൂടെ ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം ഗ്രാൻഡ് പാരൻസിന് അസുഖം വരുമ്പോൾ ആ ഒരു എൻ്റെ ഫാദർ എങ്ങനെ അല്ലെ എൻ്റെ മദർ എങ്ങനെ സമീപിക്കുന്നു, ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് അവർ ഡീൽ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ചെറിയ കുട്ടികൾ പോലും ഒന്നും കാണുന്ന, പക്ഷെ അത് തെറ്റാണ്. അതായത് പല കാര്യങ്ങളും കോപ്പി ചെയ്യുന്നത് നമ്മളിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഇത്തരം പക്ഷെ എന്നിരുന്നാലും നമ്മളിപ്പോൾ വിദ്യാഭ്യാസമോ അങ്ങനെയൊന്നും അല്ല ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് കേട്ടോ. അതും പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് ഞാനൊരു കേസ് പിന്നെ ഒരാളിൽ നിന്ന് കേട്ട് യഥാർത്ഥത്തിൽ നടന്നതാണ്. ഒരു കുട്ടി പിന്നെ ഒരു കേസ് പെട്ടിട്ട് ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട കേസ് പെട്ടിട്ട് അച്ഛനെ വിളിക്കുകയാണ്. അതായത് പോലീസ് വിളിക്കുകയാണ്. പോലീസ് വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, എൻ്റെ മകൻ ഇവിടെ തന്നെ സേഫാണ്, എൻ്റെ മകൻ ഇവിടെ സേഫായിട്ട് ഇരിക്കുകയാണ്, പിന്നെ സാറിന് തെറ്റിയതായിരിക്കും, എൻ്റെ മകനല്ല, ഞാൻ ഒരു അധ്യാപകനാണ്, എൻ്റെ മകനല്ല എന്ന് പറഞ്ഞ് തർക്കിക്കുകയാണ്. അവസാനം പോലീസ് പറഞ്ഞു പേര് ഇതല്ലേ, ശരിക്കും നടന്നൊരു കേസാണ്, അപ്പോൾ പേര് ഇന്നതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ അവിടെ അധ്യാപകർ തർക്കിക്കുക. അവസാനം പോലീസ് പറയാണ് നിങ്ങളുടെ മകൻ കിടന്നുറങ്ങുകയാണെങ്കിൽ രാത്രിയാണ്, നിങ്ങൾ ഒന്ന് റൂമിൽ പോയി നോക്കൂ എന്ന് പറയാണ്. അങ്ങനെ റൂമിൽ പോയി നോക്കിയപ്പോഴാണ് മകൻ അവിടെ ഇല്ല. അപ്പം യഥാർത്ഥത്തിൽ ആ മകൻ തന്നെയാണ് പോലീസ് സ്റ്റേഷനിലുള്ളത്. അപ്പോൾ ഇത്തരം അനുഭവങ്ങൾ ഒരു കുടുംബത്തിലും ഉണ്ടാവാതിരിക്കട്ടെ എന്നുകൂടെ ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. അതായത് നമ്മൾ പലപ്പോഴും നമ്മൾ ചിലപ്പോൾ സമൂഹത്തെ നന്നാക്കാനും പല കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ എപ്പോഴും ആദ്യം നമ്മൾ നന്നാക്കേണ്ടതും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും എവിടെയാണ്? കുടുംബത്തിനെയാണ്. അതായത് എവിടെയാണ് എന്താണ് പ്രശ്നങ്ങൾ അല്ലേ. അതിൽ നമ്മൾക്ക് ഇപ്പോഴത്തെ ഒരു ലോകത്തിന്റെ ഒരു പ്രത്യേകത കൂടിയാണ്. ആരെയും എന്താണ് നാളെ എന്ന് നമുക്ക് അറിയില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എപ്പോഴും നമ്മുടെ മക്കൾക്ക് നല്ല നല്ല വാല്യൂസ് പറഞ്ഞു കൊടുക്കാനും എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നതും ഈ ഒരു കുടുംബം എന്ന സർവകലാശാലയാണ്. ഈ ഒരു യൂണിവേഴ്സിറ്റി ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ഇത് പലപ്പോഴും പല പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും ഈ പ്രശ്നങ്ങളുടെ
ഒരേറ്റവും വലിയൊരു സൈഡ് എഫക്റ്റ് പലപ്പോഴും കുടുംബത്തിലുണ്ടാകുന്ന പാരൻസ് തമ്മിലുള്ള ഇഷ്യൂസ് അല്ലേ, പലപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോഴും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആരെയാണ്? നമ്മുടെ കുഞ്ഞുങ്ങളെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ നമ്മളിലും എന്താക്കണം, ഒരുപാട് ഇമോഷണലി നമ്മൾക്ക് നല്ല രീതിയിൽ ഡീൽ ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മളും വളർത്തിയെടുക്കേണ്ടതുണ്ട്. അതുകൂടെ നമ്മൾ ഈ ഓരോ ആളുകളും ഓർമ്മിക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ കുടുംബം എന്ന സർവകലാശാലയെ നല്ല ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. അത് വളരെ എന്താണ്, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ്. അതുപോലെ തന്നെ വളരെ നമുക്ക് ഏത് പ്രതിസന്ധി ആണെങ്കിൽ പോലും ആ പ്രതിസന്ധികളിൽ ഒരു കൈത്താങ്ങായി നിലനിൽക്കേണ്ടത് നമ്മുടെ കുടുംബമാണ്. എവിടുന്ന് നമ്മളിപ്പോൾ ഒരുപാട് പേരുടെ അനുഭവങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുടുംബത്തിനെ മറന്നു പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ ലാസ്റ്റ് എന്തെങ്കിലും ഒരു ആക്സിഡന്റോ കാര്യങ്ങളോ പറ്റി കിടക്കുമ്പോൾ ആദ്യത്തെ 2-3 ആഴ്ച ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാവരും ഉണ്ടാവും. എല്ലാവർക്കും സമയമില്ലാത്ത തിരക്കേറിയ ജീവിതത്തിലാണ്. പക്ഷെ അവിടെയൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിലും ആർക്കും എന്താണ് ഒരു എക്സ്ക്യൂസും പറയാൻ കഴിയാതെ നിൽക്കുന്ന ഒരു വിഭാഗം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. അത് നമ്മുടെ കുടുംബം തന്നെയാണ്. എന്ത് കാര്യങ്ങൾ ഉണ്ടാവുമ്പോഴും ഒരു ഒഴിവ് കഴിവുകളും ഇല്ലാതെ നമ്മുടെ കൂടെ നിലനിൽക്കുക നമ്മുടെ കുടുംബം എന്നാണ്. എന്ന് വെച്ചിട്ട് നമുക്ക് മറ്റുള്ള റിലേഷൻഷിപ്പ് വേണ്ടാന്നല്ല, എല്ലാ ബന്ധങ്ങളും വേണം. പക്ഷെ ഈ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കുടുംബത്തെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ മറ്റൊന്നിലേക്കും പോയിട്ട് കാര്യമില്ല. ഏറ്റവും ഭദ്രതയും സുരക്ഷിതത്വവും നമുക്ക് കിട്ടുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഈ കുടുംബം എന്ന യൂണിവേഴ്സിറ്റിയെ എല്ലാവരും ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ തന്നെ ഈ ഒരു കുടുംബം എന്ന യൂണിവേഴ്സിറ്റി നന്നായി കഴിഞ്ഞാൽ നമ്മുടെ സമൂഹവും നന്നാവും. അതുപോലെ തന്നെ സമൂഹം നന്നാവുമ്പോൾ നമ്മുടെ ലോകം തന്നെ നന്നാകും എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അത് തന്നെയാണ് യാഥാർത്ഥ്യം. കുടുംബത്തെ നന്നാക്കാതെ അല്ലെ, പല ആളുകളും ഉണ്ടാവും കുടുംബത്തിനെ ആദ്യത്തെ കൂട്ടിപ്പിടിക്കാതെയോ നന്നാക്കാതെയോ സമൂഹത്തെ നന്നാക്കാൻ ഇറങ്ങുന്നത്. അത് വളരെ വലിയൊരു തെറ്റായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം നമ്മൾ ഏറ്റവും ഫസ്റ്റ് നമ്മൾ കുടുംബത്തിൽ നിന്ന് പഠിക്കുക, കുടുംബത്തിൽ നിന്ന് മനസ്സിലാക്കി ആ ഒരു കുടുംബം നന്നായാൽ ഒരുപാട് കുടുംബങ്ങൾ നന്നാവുമ്പോൾ സമൂഹവും നന്നാവുന്നു. സമൂഹം നന്നാവുമ്പോൾ ഈ ലോകം തന്നെ നന്നാവുന്നു. അങ്ങനെയുള്ള നല്ല നല്ല വാല്യൂസ് നമുക്ക് കീപ്പ് ചെയ്യാൻ, ഒരു മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത് അല്ലേ, നമ്മുടെ ഐഡന്റിറ്റിയെ നമുക്ക് തിരിച്ചറിയാൻ സഹായിക്കുന്നത്, അല്ലെങ്കിൽ അത്തരം നല്ലൊരു ഐഡന്റിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കുക, നല്ല മനുഷ്യൻ എന്ന ലേബൽ നമുക്ക് നേടിത്തരുന്നത് കുടുംബമാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഈ ചർച്ച ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യാൻ നമ്മളിൽ ഒരുപാട് പേരുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിനോട് ആഡ് ഓൺ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ചർച്ചയും കൂടെ ആവാം. താങ്ക് യു എവരി വൺ. താങ്ക് യു നിഷ മാം. താങ്ക് യു സഫ്ന മാം. അപ്പൊ ആഡ് ഓൺ ചെയ്ത് ഓരോരുത്തർക്കും കുറെ കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ടാവും. നമുക്ക് എല്ലാവർക്കും ഒന്ന് ചർച്ച ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഭംഗിയായി. ഇതിൽ ചിലപ്പോൾ തിരക്ക് കൊണ്ട് വിട്ടുപോയ കാര്യങ്ങൾ ഉണ്ട്. തിരക്ക് പറയുമ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴുള്ള അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഡിസ്കഷനൊക്കെ വെക്കുമ്പോൾ ഒന്നുകൂടെ ഭംഗിയാവും. താങ്ക് യു ഷബിനാസ് മാം. ഗുഡ് മോർണിംഗ് ഓൾ. നല്ലൊരു സെഷൻ ആയിരുന്നു. നമ്മളൊക്കെ പലപ്പോഴും മറന്നു പോകുന്ന ഒരുപാട് കാര്യങ്ങൾ മാം ഇവിടെ നമ്മളെ ഓർമ്മിപ്പിച്ചു അല്ലേ. എന്താ പറയാ, നമ്മുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി ആയാലും നമ്മുടെ കുടുംബ ബന്ധം ഊട്ടിയുറപ്പിക്കേണ്ടതിന്റെ ആവശ്യകത എത്രത്തോളം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലുണ്ട് എന്നുള്ളതിനെ പറ്റി വളരെ കൃത്യമായിട്ട് നല്ല ഫ്ലോയിൽ മാം ഇവിടെ അവതരിപ്പിച്ചു. അതുപോലെ തന്നെ ഇപ്പൊ മാം ഒരു അച്ഛൻ മകനെ എത്രത്തോളം ഓരോരോ അച്ഛനമ്മമാരും ആ വേദന സഹിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആ ഒരു സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും. കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കണ്ടിരുന്നു. ഇതുപോലെ തന്നെ ഒരു മകള്
മകളെ ബാംഗ്ലൂരോ മറ്റോ പഠിക്കാൻ വേണ്ടി വിട്ടതാണ്. അപ്പോൾ മകള് ഈ കൊച്ചിയിലോ തൃശ്ശൂർ അവിടെ എവിടെയോ ഫ്ലാറ്റ് എടുത്ത് ബോയ് ഫ്രണ്ടിന്റെ കൂടെ ഡ്രഗ് വിറ്റുകൊണ്ട് ജീവിക്കുകയാണ്. ഭയങ്കര ആർഭാടമായിട്ടുള്ള ജീവിതം നയിക്കുക. അച്ഛനും അമ്മയും കൂലിപ്പണിയുള്ള ആളുകളാണ്. അപ്പോൾ അമ്മയെ വിളിച്ച സമയത്ത് അമ്മ പറയുന്നതാണ്, എൻ്റെ മകള് പിന്നെ ബാംഗ്ലൂർ പഠിക്കുകയാണ്, അവളെ ഞാൻ പഠിക്കാൻ വിടാം, അവള് ഹോസ്റ്റലിലാണ്, അവള് പഠിക്കുകയാണ്. പക്ഷെ ആക്ച്വലി മകള് പഠിക്കാനൊന്നല്ല പോയത്. അവള് ഈ പഠനമൊക്കെ വിട്ട് ഇവിടെ ഡ്രഗ് അഡിക്ഷൻ ആയിട്ട് ഡ്രഗിന്റെ ബിസിനസ് നടത്തിയിട്ട് ഭയങ്കര ആർഭാടകരമായിട്ടുള്ള ജീവിതം, ലക്ഷറി കാറും അതുപോലെ തന്നെ ലക്ഷറി ഫുഡും താമസമൊക്കെ ആയിട്ട് ഭയങ്കര ലക്ഷറി ലൈഫ് നയിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എവിടെയാണ് നമുക്ക് തെറ്റുന്നത് എന്നുള്ളത് നമ്മൾ ഇത്തരം സംഭവങ്ങൾ നമ്മളെ നേരിൽ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അവിടെ ആ തെറ്റ് എവിടെയാണ്, നമ്മൾ ഗൈഡ് ചെയ്യുന്നു, നമ്മൾ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു, മൂല്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു, പക്ഷെ നമുക്ക് എവിടെ തെറ്റുന്നു എന്നുള്ളത് നമ്മൾ എവിടെയോ സംഭവിച്ച കാര്യമാണെങ്കിലും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. അപ്പൊ എങ്ങോട്ടാണ് നമ്മൾ നയിക്കുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നയിക്കുന്നത് നേർവഴിക്ക് തന്നെയാണ്. പക്ഷെ കുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ കുട്ടികൾക്ക് എവിടെ തെറ്റുന്നു, അപ്പൊ അതുപോലെയുള്ള ഒരുപാട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് മാം ഇവിടെ നമുക്ക് പ്രസന്റ് ചെയ്തത്. നന്നായിട്ട് പ്രസന്റ് ചെയ്തു. നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാനുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു തീർച്ചയായിട്ടും ഈ ഒരു പ്രസന്റേഷനിൽ ഉണ്ടായിരുന്നത്. താങ്ക് യു മാം. താങ്ക് യു. യഥാർത്ഥത്തിൽ നമുക്ക് എല്ലാവർക്കും പേടി തന്നെയാണ്. നമ്മളൊക്കെ മക്കളും നമ്മളും ഒക്കെ ലോകത്തേക്ക് ഇറങ്ങുന്നവർ തന്നെയാണ്. പക്ഷെ അല്ലേ, പല കാര്യങ്ങളും കേൾക്കുമ്പോൾ അത് ഇന്ന ആളെന്നൊന്നുമില്ല. എല്ലാവർക്കും പിന്നെ അതായത് എഡ്യൂക്കേറ്റഡ് ഫാമിലി എന്നില്ല, അങ്ങനെയൊന്നുമില്ല. പഴയ കാലത്ത് അങ്ങനെയൊക്കെ പറയായിരുന്നു അല്ലേ, ആ അതെ, കുടുംബത്തിന്റെ ഇതാണെന്ന്. പക്ഷെ ഇന്ന് പല കാര്യങ്ങളും സംഭവിക്കുമ്പോൾ ചിലപ്പോൾ ഉന്നത ലെവൽ അല്ലെ നല്ല സൊസൈറ്റിയിൽ ഹൈ ലെവലിൽ ജീവിക്കുന്ന ആ ഒരു പ്രൊഫഷണലി ഹൈ ആയിട്ടുള്ള ആളുകളിലും ഒക്കെ എന്താണ് സാധാരണക്കാരെല്ലാവരിലും പല പ്രതിസന്ധികളും ഉണ്ടാവുന്നുണ്ട്, പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. എന്തുകൊണ്ട് എന്നുള്ളതാണ് വലിയൊരു അതെ. ചോദ്യം ശരിക്ക്. ഹലോ, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. നല്ലൊരു ടോപ്പിക്, ശരിക്കും പേര് പോലെ തന്നെ യൂണിവേഴ്സിറ്റി, ഒരു നല്ലൊരു സിലബസ് ആയിട്ട് തന്നെ കിട്ടി. പിന്നെ മാം അത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. അപ്പൊ ഇതില് നമ്മൾ ഫാമിലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ ഫസ്റ്റ് പഠിക്കുന്നതും എല്ലാം ഫാമിലിയിൽ തന്നെയാണ്. അപ്പോൾ നമ്മള് പാരൻസ് എല്ലാവരും എത്ര ഇതാണെന്ന് പറഞ്ഞാലും ആ കുട്ടികളിലേക്കൊക്കെ അത് എങ്ങനെയാണ് എത്തുന്നതെന്ന് കൂടിയിട്ട് നമ്മൾ അറിയേണ്ടതുണ്ട് അല്ലേ. യെസ്. അതായത് നമ്മള് എല്ലാം നല്ല രീതിക്ക് തന്നെ കൊടുക്കുന്നുണ്ടാവും. ഇപ്പൊ അവരുടെ സർക്കിൾ എന്താണ്, അവരെന്താണ് ചെയ്യണേന്നൊക്കെ പലപ്പോഴും പറ്റുന്നില്ല. അതാണ് മാം നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിളിൽ ഉള്ളത്. കുട്ടി കിടന്നുറങ്ങണുണ്ടെന്ന് പാരന്റ് വിചാരിക്കുന്നു, അവിടെ നിന്ന് അവർ പല രീതിയിലും ചെയ്യുന്നുണ്ടാവും. അത് നമ്മൾ ഓരോ കഥകൾ കേൾക്കുന്ന സമയത്തും ഇവര് നമ്മളെ വിശ്വസിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കുറെ പ്രവൃത്തികളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മള് ശരിക്കും അവരുടെ പിന്നാലെ നമുക്ക് എത്രത്തോളം എത്താൻ പറ്റുന്നുണ്ടല്ലേ, നമ്മൾ കൊടുക്കുന്നത് എത്രത്തോളം അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം, അവരുടെ കൂടെ ഉണ്ടാവണം എന്നുള്ളതാണ്. നമ്മളിവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ അപ്പുറം ഇന്നത്തെ കാലത്ത് നമ്മൾ അവരുടെ കൂടെ തന്നെ ഉണ്ടാവണം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ എത്ര എങ്ങനെയൊക്കെ നോക്കിയാലും ഇപ്പോ നല്ലൊരു ഫാമിലിയിൽ നിന്നുള്ളൊരു ആളുകളാണെങ്കിൽ പോലും എത്രത്തോളം അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളിൽ ചെന്ന് പെടുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ബ്രോക്കൺ ഫാമിലികളിൽ നിന്ന് വരുന്ന കുട്ടികളൊക്കെ ഒരുപാട് ക്രൈംസ് അല്ലെ. യെസ്. ഏത് രീതിയിലാണ് അത് പോവാന്നൊന്നും മനസ്സിലാവും. നമ്മളെത്ര ശ്രദ്ധിച്ച് വളർത്തിയിട്ട് പോലും നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കുറെ കാര്യങ്ങൾ. അവർക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് മതിയില്ലേ അങ്ങനെ മാറിപ്പോവാനായിട്ട്. മാറിപ്പോവാൻ അതായത് ഒരു വെസ്റ്റേണൈസേഷൻ ആ ഒരു കൾച്ചറിലേക്ക് നമ്മൾ കൂടുതൽ പോകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അല്ല അതിനെ അങ്ങനെയല്ല, ഒരു ഫ്രണ്ട്ഷിപ്പിലൂടെയും പിന്നെ പറ്റിക്കാൻ ഇപ്പോഴത്തെ ചില മക്കൾക്ക് യാതൊരു മടിയും ഇല്ല.
അതെ ആ പേരൻസിനെ പറ്റി നമ്മള് പറഞ്ഞ് കൊടുക്കുന്ന പറ്റിക്കും. ആ അത് എത്രത്തോളം ആണ് എടുക്കുന്നതെന്ന് നമുക്കത് ശരിക്ക് ഉം. മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ല ഇപ്പൊ. നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണ് അവർ എടുക്കുന്നത് എന്ന് വെച്ചാൽ അവര് ചെന്ന് വരുന്ന സർക്കിളുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വേഗം അവരത് അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഓരോന്ന് കാണുമ്പോൾ. അപ്പോ ഇങ്ങനെയുള്ള ഫാമിലിയിൽ നിന്ന് പോകുന്ന കുട്ടികൾ പോലും ഇങ്ങനെ ആവുന്നുണ്ടെങ്കിൽ ബ്രോക്കൺ ഫാമിലീസിൽ വരുന്ന കുട്ടികൾ എത്രത്തോളം ഇതിലോട്ടൊക്കെ പോകുന്നു എന്നുള്ളതാണ്. എന്തായാലും നല്ല സെഷൻ ആയിരുന്നു, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അത് നമ്മൾ പഴയ കുറച്ച് കാലം മുന്നേ ഒക്കെ നമ്മളിപ്പോൾ ഏതൊരു പ്രൊഫഷൻ ഹൈ ലെവലിൽ ജോലി കിട്ടിയ ആളാണെങ്കിലും ഒരു അമ്മയോ അച്ഛനോ ഒന്ന് കണ്ണുരുട്ടുമ്പോൾ എന്തായാലും ഉള്ളിൽ ഒരു ഭയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴ് അതൊക്കെ കുറഞ്ഞു പോകുന്നതായിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവുന്നില്ലേ? ആ ലൈഫ് സ്റ്റൈലൊക്കെ ലൈഫ് മാറിപ്പോയിട്ടുണ്ട് മാറിപ്പോയി. അല്ലെ. ഒന്നാമത് ഈ മൊബൈലും അതായത് ലൈഫ് സ്റ്റൈല് ആ ഒരു രീതി, അതിന് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഒന്നെന്ന് മാത്രം പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കുറയുന്നതായിട്ട് തന്നെയാണ് ഇപ്പോഴ് ഫീല് വരുന്നത്. അതേസമയം ചില ബന്ധങ്ങൾ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടാറുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ കുട്ടികളെ ഓരോ എന്താ പറയാ പഠിപ്പിക്കുന്ന മക്കളെ ഇതൊക്കെ എടുത്ത് നോക്കുമ്പോഴും ചില ഫാമിലി വരുമ്പോഴും നമ്മൾ ആ കുട്ടീന്റെ ഒരു സ്വഭാവം നമ്മൾ പറയല്ലോ, ആ വെറുതെ അല്ല ഈ സ്വഭാവം, ആ പാരന്റ്സിന്റെ അങ്ങനെയും നമുക്ക് തോന്നാറുണ്ട്. ഇല്ലേ? ഈ ടീച്ചേഴ്സ് ആയ ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ചില കുട്ടികളുടെ പ്രശ്നങ്ങൾ കാണുമ്പോൾ അവരുടെ ഒരു പാരന്റ്സിന്റെ അതൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, വെറുതെ അല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അതായത് കൊണ്ടാണ് എന്നുള്ള ഒരു കൺക്ലൂഷനിൽ ചിലപ്പോൾ നമ്മൾ എത്തും. എന്നാൽ ചിലത് എന്താണ് അങ്ങനെയൊക്കെയുള്ള ഒരു അപ്പൊ നമ്മൾ മനസ്സിലാക്കും, ആ ഇങ്ങനെയുള്ള ഒരു ഇതും എഫക്റ്റ് ചെയ്യുന്നുണ്ട് കുട്ടികളാന്നുള്ളതേ. കുടുംബത്തിൽ നിന്നുള്ള ഒരു വാല്യൂസ് കൂടി വരുമ്പോഴാണ് കുട്ടികളുടെ ഒരു സ്വഭാവത്തിൽ വരുന്നത് എന്നുള്ളതും ചെറിയൊരു രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഷെജില മാം പറഞ്ഞതുപോലെ പുറത്തെത്തുമ്പോൾ നമ്മൾ നല്ല വാല്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്, പക്ഷെ പുറത്തെത്തിയിട്ട് പിന്നെ ഇവരെന്തായി മാറുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാത്തത്. അതും പ്രശ്നമുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ആ സർക്കിളിൽ നിന്ന് വരുന്ന സംഭവമാണായിരിക്കും, ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളതിൽ നിന്നേ. അറിയില്ല അതില്. സോഷ്യൽ ഇൻഫ്ലുവൻസ് ഒരുപാട് കുട്ടികളെ, കുടുംബം ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ആണ്. അപ്പൊ ആ അതൊരു അതെ, അതാണ് കാരണമാണ്. സോഷ്യൽ മീഡിയ ആണ്, അതാണ് ഏറ്റവും വലിയത്. അത് എന്നോട് സംഗതി വിട്ടതാണ്. അപ്പൊ ശരിക്കും ഈ സോഷ്യൽ മീഡിയന്റെ ഒരു സ്വാധീനം വളരെ വലുത് തന്നെയാണ്. അതായത് പലപ്പോഴും വ്യൂസ് ലൈക്സ് ഒക്കെ അല്ലെ അത് കൂടാൻ വേണ്ടിയിട്ട് ചിലപ്പോ നമ്മൾ കാണാറില്ല നെഗറ്റീവായ രീതിയിലും ചെയ്യാണ്, അപ്പോഴും ഫോളോവേഴ്സ് കൂടുന്നതും കാണാം. അങ്ങനെ എത്ര എന്താണ് വൈറലായി ഒരുപാട് ഇതിലെത്തുന്നതുണ്ട്. മാം ഓ വളരെ നല്ല ക്ലാസ് സാർ. ആയിരുന്നു. ആ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായതേ ആ ആ സർക്കസ് കൂടാരത്തിലെ നെറ്റിനോട് നമ്മുടെ കുടുംബത്തെ ഉപമിച്ചത് അടിപൊളിയായി. എന്ന് വെച്ചാല് ഒരിക്കലും വീഴില്ല അല്ലെ, ആ ആ ഒരിക്കലും ഒരു വീഴില്ല. ഉറപ്പ്. ആ ഉം. എങ്ങാനും വീണാലും സേഫ് ആണെന്ന് അവിടെ. വീണാലും സേഫാണ്. അത് ഞാൻ അടിപൊളിയായിരുന്നു, എപ്പോഴും നല്ല ചിന്തിക്കുന്ന ഒരു ക്ലാസ് ആയിരുന്നു. കാര്യമാണ്. ആ നമ്മളിപ്പോ അങ്ങനെ ഒരു എന്ത് കുടുംബ അടിയിൽ പ്രശ്നം. ഉണ്ടാവണം ആ യെസ്, എപ്പോഴും. അങ്ങനെ ഒരു ആ നെറ്റ്, ഒരു അത് സ്ട്രോങ് ഉം. ആയിട്ടുള്ള ഒരു നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ധൈര്യത്തിൽ ഇപ്പൊ ഒരു ഫാദറിനാണെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ പോലും അത് ഒരു സപ്പോർട്ടാ. കാരണം എനിക്ക് ആ പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ പോലും എന്താണ് എന്റെ കുടുംബം എന്റെ കൂടെ നിൽക്കും എന്നുള്ള ഒരു ധൈര്യം ഉണ്ടെങ്കിൽ ഒരു പുതിയ കാര്യം നമുക്ക് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ അൻസർ സാറിന് ഇപ്പോൾ ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി വരികയാണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുകയാണ്, കുറേ ഫണ്ടും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ സാറിന് ഇപ്പോൾ ആ ഒരു ധൈര്യത്തോടെ അത് ചെയ്യണമെങ്കിൽ ഫാമിലീൻ്റെ അത്രയൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ധൈര്യമായില്ലേ? അതെ അതെ ആ സത്യം. അതാണ് നമ്മൾ ആ ഒരു നെറ്റ്. കോൺഫിഡൻസ് തന്നെയാണ് ആ ആ ചേർത്ത് ആ, പിടിക്കല് ഇപ്പോഴും. ചേർത്ത് പിടിക്കല് അത് തന്നെ. ഇപ്പോഴും നമ്മള് അച്ഛന്മാരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരുടെ അടുത്ത് ചെന്ന് ആദ്യം കാണുമ്പോ തന്നെ ഒരു കെട്ടിപ്പിടുത്തുണ്ട്. ആ അതെ. ചിലപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ നമ്മൾ വീട്ടിലെത്താം, അച്ഛൻ്റെ അടുത്തൊക്കെ എത്താം. അപ്പൊ ആ ചെല്ലുമ്പോ അതെ. ഒരു കെട്ടിപ്പിടുത്തം, അതൊരു ഒരു ആശ്വാസമാണ് ശരിക്കും. അത് ഇപ്പോഴും ഞാൻ പിടിച്ചു സത്യം കഴിഞ്ഞാൽ ഒരു ഇത്തിരി പറയുകയാണെങ്കിൽ നേരം ഒന്ന് മുറുക്കെ പിടിക്കും. അതെ, അത് ഞാൻ സത്യം പറയണത് ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് നിങ്ങളെ ഒരു കമ്മ്യൂണിറ്റിയിലാട്ടോ. അങ്ങനെ നമ്മൾ ഒന്ന് റിലീജിയസ് ആയിട്ട് പറയാലോ, പക്ഷെ ഒന്നുകൂടെ എനിക്കത് വളരെ ഒരു ഇൻറ്റിമസി ഫീൽ ചെയ്യുന്നത് ആ ഒരു ഇതിലാണ്. ഒന്ന് കൈ കൊടുത്ത് ഞങ്ങൾ ആ വിഷ് ചെയ്യലും പിന്നെ ഒരു ഹഗ് ചെയ്യലും, അത് ശരിക്കും ഭയങ്കര ഒരു പോസിറ്റീവ് തന്നെയാണ്. അതെ സത്യം, നമ്മൾ ഭയങ്കര എനർജിയാണ് അത്. അത് നമ്മൾ നമ്മൾ ചോർന്നു പോയ ഓരോന്നിൽ എല്ലാ നിന്നും എനർജി അവിടെ പഠിക്കുകയാണല്ലോ. തിരിച്ചു ഞാൻ കിട്ടും. എല്ലാത്തിൽ നിന്നും നല്ല അങ്ങനെ എടുക്കാറുണ്ട് പല പല ആശയങ്ങളൊക്കെ.
ഇപ്പം നമ്മൾ അതെ ഓരോ അതെ കമ്മ്യൂണിറ്റിയിലും ഓരോരുത്തരും ഫോളോ ചെയ്യുന്ന റിലീജിയസ് പരമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ. അപ്പൊ എനിക്കിത് നല്ലോണം ഒരു ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. ഒരു കാണുമ്പോഴുള്ള വിഷ് ചെയ്യലും അതുപോലെ തന്നെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കല്, ഹഗ് ചെയ്യല്, അത് എത്രത്തോളം ഒരു പോസിറ്റീവാണ്. അതിന്റെ പറയാൻ കഴിയില്ല. അതെ നമ്മൾ അതെ ഇതിനെ ഹഗ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുമ്പോൾ. അത് നമ്മളെ ക്ലാസ് ഒക്കെ കൊടുക്കുമ്പോ എല്ലാവർക്കും പാരന്റ്സിനൊക്കെ കൊടുക്കുമ്പോ നമ്മൾ പ്രത്യേകം പറയും. അതായത് നിങ്ങളുടെ മക്കൾ എത്ര വലുതായാലും അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യം എല്ലാ ദിവസവും ഒരു നേരമെങ്കിലും അവരൊന്ന് ചേർത്തൊന്ന് കെട്ടി മുറുക്കെ പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, സ്നേഹത്തോടെ ഒന്ന് പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒന്ന് പിടിക്കണം എന്ന് നിർബന്ധമായിട്ടും പറയും. യെസ്, അതിപ്പോൾ അതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ, കുറെ പേരൊക്കെ അല്ലേ, ആ ആ ആ അങ്ങനെ അതെ അതെ മാറുന്നുണ്ട്. അതെ ഇപ്പൊ ചെയ്യുന്നുണ്ട്, നമ്മളായാലും മാറിയിട്ടുണ്ട് ഒരുപാട്. നമ്മളെ മക്കളെ ഇപ്പോഴും ചിലര് പെൺകുട്ടികളൊക്കെ വലുതായി എന്ന് പറയുമ്പോഴേ പിന്നെ അച്ഛന്മാരെ ആ, അടുപ്പിക്കൂല പൊതുവെ. അതെ അതെ അതൊക്കെ തെറ്റായ ഒരു രീതിയാണ് ശരിക്കും. അതെ ശരിക്ക് അതെ, അച്ഛൻ എപ്പോഴും അച്ഛൻ തന്നെയാണ്. അച്ഛൻ തന്നെയാണ്. അത് ശരിയാണ് കേട്ടോ, ആ, ഞാൻ അങ്ങനെ പറയല്ല. ഇവിടെ ഞാൻ മുക്കം ഭാഗത്താണ്. അപ്പോഴും മോളിപ്പോൾ +2 എത്തി. ആദ്യമൊക്കെ ഹസ്ബൻഡിന് അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു, അങ്ങനെയല്ല, ഒരു 8-ൽ 9-ൽ എത്തുമ്പോൾ ചെറിയൊരു ഇതുപോലെ അങ്ങനെ ഒരു ഡിസ്റ്റൻസ് അങ്ങനെ തോന്നായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ നമ്മൾ ഈ ഒരു ഫീൽഡും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ ഇപ്പോഴത്തെ കുറെ ക്ലാസ്സുകളിലൊക്കെ കണ്ടപ്പോഴാണ് മാറിയത്. കാരണം അതെന്താന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഹസ്ബൻഡിന് തോന്നാനുള്ള കാരണം ഇവര് 3 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയാണ്. അപ്പൊ ഇവര് ആദ്യ കാലത്തുള്ള ഒരു കൾച്ചർ ഉണ്ടാവല്ലോ, അച്ഛൻ കാണിച്ചു കൊടുത്തത്, അതന്നെ ഇവർക്കൊരു ഫോളോ ചെയ്യണ ഒരു രീതിയിലേക്ക് വന്നിരുന്നു. പക്ഷെ പിന്നെ ഇപ്പോഴാണല്ലോ ഇതിന്റെയൊക്കെ ഒരു കാര്യങ്ങളും. അപ്പൊ ഇപ്പോഴത്തെ മക്കളും അങ്ങനെ തന്നെയാണ്. +2 എത്തി, ഡിഗ്രി എത്തി എന്നൊന്നും മക്കൾക്കും ബോധം ഉണ്ടാവില്ല. മക്കളും അങ്ങനെ ഒരു അതെ ഇന്റിമസി അതെ അതെ ആണല്ലോ. അത് കറക്റ്റ് ആണ്, വളരെ നല്ല കറക്റ്റ്. ഒരു പ്ലസ് തന്നെയാണ് കേട്ടോ. അപ്പൊ അതെ ഓട്ടോമാറ്റിക് അതെ എല്ലാവരും ചേഞ്ച് ആയി. അപ്പൊ അതാണ് ഞാൻ പറയാ, എല്ലാവരും ഹസ്ബൻഡ് ആയാലും ശരി, എല്ലാവരും ഓരോരുത്തരും മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ ആശയങ്ങൾ കാണുമ്പോൾ അത് ജീവിതത്തിലേക്ക് പകർത്താനുള്ള ഒരു മനോഭാവം എല്ലാവരിലും ഉണ്ട്. പഴയ കാലത്ത് അതല്ല. പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ എന്തോ പറയാറില്ല നമ്മള്, മുയലിന് 3 കൊമ്പ് എന്ന് പറഞ്ഞ ഒരു വാശി ചിലപ്പോൾ ചില ആളുകളിലൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. അതൊക്കെ അതൊക്കെ പോയി. എല്ലാവരും ഒന്നുകൂടെ ലൈഫ് എങ്ങനെ നന്നാക്കാം, ഒന്നുകൂടെ എങ്ങനെ ഹാപ്പി ആക്കാം, അതാണ് ഭൂരിഭാഗം ആളുകളും ചിന്തിക്കുന്നത്. അതെ. Good എനിവേ morning, ma'am. താങ്ക് യു മാം. Sorry, answer, sir. കഴിഞ്ഞു മാം പറഞ്ഞു. Wonderfully handled session ആണ് മാം. റിയലി താങ്ക് യു ഇതൊരു വലിയ ടോപ്പിക്കാണ്, ഇത് അൺഎൻഡിങ് ആണ്. ബട്ട് ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളത്, നമ്മളെ മക്കള് ഒരു ഏജ് വരെ നമുക്ക് പല കാര്യങ്ങളും പറയാൻ പറ്റും. പിന്നെ ഇത് നമ്മൾ പറയണ മാതിരി എക്സ്റ്റേണൽ അറ്റ്മോസ്ഫിയർ ആണ് ഇപ്പോഴത്തെ കുട്ടികളും അതേ രീതിയിൽ എല്ലാവർക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ആ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ ഏതാണ് നല്ലത് ഏതാണ് തെറ്റെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ നല്ലത് ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് കുട്ടികളുടെ ഇടയിൽ ഉണ്ടാവണം. പിന്നെ എന്റെയൊക്കെ ജനറേഷൻ, ഇവിടെ കുറെ ഉള്ള ആൾക്കാരുടെ ജനറേഷൻ എങ്ങനെ പറഞ്ഞാൽ, നമ്മൾ അച്ഛനും അമ്മേനെ ബ്ലൈൻഡ് ആയിട്ട് അവരുടെ റെസ്പെക്ട് കളയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഒരുപാട് നമ്മൾ ഇന്നും മാരേജ് കഴിഞ്ഞിട്ട് ഇത്രയും പ്രായമായിട്ടും അച്ഛന്മാരായാലും അമ്മയായാലും നമ്മുടെ അച്ഛന്റെ റെസ്പെക്ട് അമ്മയുടെ റെസ്പെക്ട് എവിടെയും കളയാതിരിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ സഫർ ചെയ്താലും ഓക്കെ ആണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരു ജനറേഷൻ ഉണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ പറയണ മാതിരി കൂടെ ഉള്ള ഫ്രണ്ട്സ്, ഗേൾസ് ആയാലും ബോയ്സ് ആയാലും അത് ഒരുപാട് അവരിനെ ഇൻഫ്ലുവൻസ് ചെയ്യണം. അവിടെ അവർക്ക് മനസ്സിലാണ് ഈ പേരൻസ് ഡോമിനേറ്റിംഗ് പേരൻസ് ആണ്, ഫ്രീഡം കൊടുക്കണില്ല, അങ്ങനെ ഒരു തോട്ട്സിലേക്ക്. അപ്പൊ അവിടെ വരുന്നത് നെഗറ്റീവ് തിങ്സ് ആയി ഇൻഫ്ലുവൻസ് ആയി പോവാണ്. സോ അതൊരു ഫാമിലിയിൽ ഒരുപാട് ഡിസ്റ്റർബൻസ്, പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഫാമിലിയുടെ പീസ് തന്നെ നഷ്ടപ്പെടുകയാണ്. അത് എവിടെയോ എനിക്ക് തോന്നുന്നത് ഈ കുട്ടികളാണ്. പിന്നെ സ്കൂൾസ് ഒരു വലിയ റോൾ പ്ലേ ചെയ്യാൻ പറ്റും. ടീച്ചേഴ്സ് ആർ ദി സെക്കൻഡ് മദേഴ്സ് എന്ന് പറയുന്നുണ്ട്. സോ നമ്മള് അറിയില്ല എവിടെയാണ് നമ്മള് ഇതെല്ലാം സോൾവ് ചെയ്യാൻ പറ്റും. ആ ഫാമിലി യൂണിവേഴ്സിറ്റി നമ്മളുടെ ഒരു സക്സസ്ഫുൾ ആണെങ്കിലേ ഉള്ള നമ്മുടെ സൊസൈറ്റി സക്സസ്ഫുൾ ആയിരിക്കും. നമ്മളെല്ലാവരും പീസ്ഫുൾ ആയിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യം എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. ബട്ട് എക്സ്ട്രീംലി വെൽ ഹാൻഡിൽഡ് സെഷൻ ആ മാം. ഒരു റിയലി ഈ 22nd ബാച്ചിന്റെ ബാച്ച്മേറ്റ് ആയിട്ട് ഐ എം വെരി പ്രൗഡ് ഓഫ് യു. താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു. നമ്മളൊരു ടീമാണല്ലോ അല്ലേ.
അതെ, പറയാനുള്ളത് ചന്ദ്ര മാമിനെ പോലുള്ള ഒരു സ്റ്റുഡന്റ്, എന്താ പറയാ, ഒരു സഹപാഠിയുടെ കൂടെ കൂടാൻ കഴിഞ്ഞത് ഞാനൊരു ലക്കായിട്ട് കാണാണ്. ഒരുപാട് താങ്ക് യു മാം. പിന്നെ ഒരുപാട് എനിക്ക് പേര്. ഞാൻ മിസ് ചെയ്യുന്നത് ആ, പറയാൻ മിസ് ചെയ്തത് ഞാൻ വിംബിൾ അക്കാഡമിയിൽ ജോയിൻ ചെയ്ത് ഇപ്പൊ ഇതൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ ആരും ആ, ഒരു മേ ബി വി ആർ ഓൾ ഫാർ ഓഫ്, വി ഡോണ്ട് മീറ്റ് ഫ്രീക്വന്റ്ലി, മേ ബി അതുകൊണ്ടായിരിക്കും ഓപ്പൺ അപ്പ് ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷെ എന്തായാലും ഇത് സൊസൈറ്റിയുടെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാനും ആ ഒരു നമ്മൾ പിന്നെ പോകുന്ന സൊസൈറ്റിയിൽ ഇതിലിരുന്ന് നമ്മളെ കൊണ്ട് എന്താ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇൻഡിവിജ്വലി ലേൺ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഞാൻ കൂടുതൽ കാണുന്നത് ഇതിനെ. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്. അതെ, ഞാനൊരു ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞ ആളാണ്, ട്രെയിനേഴ്സ് കോഴ്സ്. പക്ഷെ എനിക്ക് വിംബിളിന്റെ കൂടെ കൂടിയപ്പോഴും ഫൈസൽ സാറിന്റെ ആശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്നായപ്പോഴും ഒന്നുകൂടെ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് വന്ന് അങ്ങനെ വീണ്ടും ഒന്ന് ജോയിൻ ചെയ്തതാ. വിംബിളിനെ നമുക്കൊരു യൂണിവേഴ്സിറ്റി ആയിട്ട് മാറ്റുന്നില്ലേ മാം? യെസ്, യൂണിവേഴ്സിറ്റി ആക്കണം വിംബിളിനെ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് വിംബിൾ മോർണിംഗ്. ഓൾറെഡി ഒരു യൂണിവേഴ്സിറ്റിയാണ്, ഒരുപാട് കാര്യങ്ങൾ അവിടെ ഓൾറെഡി യൂണിവേഴ്സിറ്റി പഠിക്കാനുണ്ട്. അല്ലേ? ഓക്കെ, അതും ശരിയാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാനൊരു വൺ ഓഫ് ദ പ്രോമിനൻറ്റ് കോളേജിലാണ് എഞ്ചിനീയറിംഗ് പഠിച്ചത്. അപ്പം കോളേജിൽ ഒരുപാട് നല്ല കുട്ടികളൊക്കെ പഠിച്ചിറങ്ങിയിട്ടുണ്ട്, പല സ്ഥലത്തും ജോലി ചെയ്യുന്നുണ്ട്. അപ്പം അന്ന് അങ്ങനെയാണ്, ആ രീതിയിലാണ് കോളേജ് അറിയപ്പെടുന്നത്. ഞങ്ങളൊരു സെക്കൻഡ് ഇയർ ആയ സമയത്ത് കോളേജിൽ ഒരു അടിപിടിയൊക്കെ ഉണ്ടായി. ഒരു അൺഫോർച്ചുനേറ്റ്ലി ഒരു മർഡർ, ഒരാൾ മരണപ്പെട്ടു. അപ്പം അതിന് ശേഷം കോളേജ് ഹോസ്റ്റലൊക്കെ കുറേ കാലം അടച്ചിട്ടു. പിന്നീട് നമ്മൾ വേറെ ആളോട് സംസാരിക്കുമ്പം അവർ ചോദിക്കുന്നത് ആ കോളേജിലാണോ പഠിക്കുന്നത്, ദേ കണക്ട് ദാറ്റ് ടു ദ ഇൻസിഡൻറ്റ്. എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ ഫാമിലി അങ്ങനെയാണ്, വി ക്യാൻ ഈസിലി ലേബൽ ലെസ്. നമ്മുടെ പേരിൽ നമുക്ക് നമ്മുടെ ഫാമിലിയെ ലേബൽ ചെയ്യാൻ പറ്റും. അത് നല്ല രീതിയിലും പറ്റും, മോശം രീതിയിലും പറ്റും. ഇന്ന കേസിൽ അകപ്പെട്ട ആളുടെ മകനല്ലേ അത് എന്നും പറയാം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്ന ജോലി ചെയ്യുന്ന ആളുടെ മകനല്ലേ, ഫാദർ അല്ലേ, അല്ലെങ്കിൽ അമ്മയല്ലേ എന്നും പറയാൻ പറ്റും. സോ വി ഡിസൈഡ് ഹൗ വി വാണ്ടഡ് ടു ലേബൽ. നമ്മുടെ ഫാമിലിയെ നമ്മുടെ പേരിൽ ലേബൽ ചെയ്യപ്പെടേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ തീരുമാനിക്കുക. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും ഒരു ബിഗർ ക്യാൻവാസിൽ അല്ലേ. ഇപ്പം കല്യാണാലോചനകൾ വരുമ്പം അതല്ലെങ്കിൽ മറ്റെന്ത് കാര്യമാണെങ്കിലും നമ്മുടെ പേര് അവിടെ മാരേജിന്റെ കാലത്ത് എന്തായാലും പ്രത്യേകിച്ച്. അതെ, എന്തായാലും നമ്മുടെ പേര് അവിടെ വരും. അപ്പം അത് എങ്ങനെ വേണമെന്ന് നമ്മൾ തീരുമാനിക്കുക. എല്ലാവരും നല്ല രീതിയിൽ ലേബൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ മാം നേരത്തെ പറഞ്ഞ പോലെ സൊസൈറ്റി നന്നാവും. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നേരത്തെ മാം വെസ്റ്റേണിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് നമുക്ക് അല്ല, അതും പൊതുവിലൊരു ശരി തന്നെ. സ്വഭാവം അത് ചിലപ്പോ പൊതുവിലൊരു സ്വഭാവമുണ്ട് നമുക്ക് നമ്മൾ ഈ വെസ്റ്റേൺ കുഷിനി കണ്ടിട്ടുണ്ടോ? ഇപ്പം ഒരു ഇല്ല. ഉദാഹരണം പറഞ്ഞാൽ നൂഡിൽസ്. നമ്മൾ ഈ നൂഡിൽസ് ഒരു എനിക്കൊന്ന് ഇറ്റാലിയൻ ഫുഡാണ്. ഈ നൂഡിൽസ് അവരുണ്ടാക്കുമ്പം അവർ വളരെ കുറച്ച് മസാല ആഡ് ചെയ്യുള്ളൂ. അവരുടെ മസാല കണ്ടന്റ് വളരെ കുറവാണ്. നമുക്ക് എല്ലാത്തിനെയും മിന്തിനൈസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ നമ്മൾ വെസ്റ്റേൺ കൾച്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പൊതുവിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഫ്രീഡം, രണ്ടാമത്തത് സെൽഫ് റിലയൻസ്. ഫ്രീഡം എന്ന് പറയുന്നത് കുട്ടി ഒരു പ്രായമായി കഴിഞ്ഞാൽ കുട്ടിക്ക് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുള്ള ഫ്രീഡം അവർ കൊടുക്കും. പക്ഷെ അതിൻ്റെ കൂടെ സെൽഫ് റിലയൻസും കൂടെ വേണം. ഈ ഫ്രീഡം കിട്ടിയ ആള് അവരുടെ ജോലിയാണെങ്കിലും വരുമാനമാണെങ്കിലും ഈവൻ ബില്ലുകൾ അടക്കുന്നത്, ലൈഫ് എങ്ങനെ വേണം, അതൊക്കെ സ്വന്തമായിട്ട് ചെയ്യുന്ന അതാണ് വെസ്റ്റേൺ കൾച്ചറിന്റെ ഒരു പ്രത്യേകത. ഫ്രീഡം പ്ലസ് സെൽഫ് റിലയൻസ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ സെൽഫ് നമ്മൾ റിലയൻസ് അങ്ങ് അതൊരു മാറ്റി വെച്ചിട്ട് മോശമുള്ളതാണ് ഫ്രീഡം മാത്രം അക്സെപ്റ്റ് അങ്ങോട്ട് ചെയ്യുന്നത്. എടുക്കും. അതെ, അതെ. ഫ്രീഡം മാത്രം അങ്ങ് എടുത്തിട്ട് വിദേശത്തൊക്കെ കുട്ടികളെ ആരും ഒന്നിനും നിയന്ത്രിക്കുന്നില്ല, ഒരു പ്രായമായി കഴിഞ്ഞാൽ തുറന്നു വിടാന്നും പറഞ്ഞിട്ട് നമ്മളും ആ ഒരു ഫ്രീഡം അങ്ങ് വേണമെന്ന് പറയും. പക്ഷെ നമ്മൾ ഒരിക്കലും ആ സെൽഫ് റിലയൻസ് ഫോളോ ചെയ്യുന്നില്ല. സെൽഫ് റിലയൻസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ സേവ് ചെയ്യണം, നമ്മളിങ്ങനെ ജീവിച്ചാൽ പോരാ, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന്. പക്ഷെ അതൊന്നും നമ്മൾ എടുക്കുന്നില്ല. അപ്പം എപ്പോഴും മോശം കാര്യങ്ങൾ മാത്രം മറ്റു സ്ഥലത്ത് നിന്ന് കോപ്പി കോപ്പി ചെയ്യുമ്പോഴാണ് ചെയ്യാം. ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. എന്തായാലും നല്ലൊരു സെഷനായിരുന്നു. കുറേ കാര്യങ്ങൾ ഇനിയും നമുക്കെല്ലാം പഠിക്കാനായിട്ട് പറ്റട്ടെ. താങ്ക് യു മാം. അതെ. ഓ, ശരി. ഗുഡ് മോർണിംഗ് മാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഞാനും 22 ബാച്ചിത്തെ ഒരാളാണ്. ഞാൻ മോർണിംഗ് സർക്കിളിൽ സജി. കയറി ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ. നല്ല സെക്ഷൻ ആയിരുന്നു, സൂപ്പറായിട്ട് എടുത്തു. താങ്ക് യു. എനിക്ക് പറയാനുള്ളത്, നമ്മള് ഇപ്പത്തെ തലമുറ എന്തൊരു തെറ്റിലേക്കും പോകുമ്പോ
അവര് ചിന്തിക്കണില്ല ഇത് എന്റെ ഫാമിലിനെ എങ്ങനെ ബാധിക്കും. അതിന് ഫാമിലി മെമ്പേഴ്സിനെ തന്നെ അധികം മക്കൾക്കും ഇപ്പൊ വലിയൊരു ഫാമിലി ആണെങ്കിൽ ആ പേരൻസിനെ ചുറ്റിപ്പറ്റിയുള്ള കുടുംബത്തിനെ അറിയുള്ളൂ. അതിനപ്പുറം വലിയൊരു ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് എന്നുള്ളത് ഇന്നത്തെ മക്കൾക്ക് അറിയുന്നില്ല. അത് ഒരു കാരണം നമ്മൾ പേരൻസ് ആണ്. ഇവര് നമ്മളെ ഇങ്ങനെ ഒരു റിലേഷനിൽ നമ്മൾ തമ്മിൽ ഉണ്ട് എന്നുള്ളതും ചില കാണിച്ചു മക്കൾക്ക് കൊടുക്കുന്നില്ല. നമ്മൾ കാണിച്ചു കൊടുക്കുന്നില്ല. അപ്പൊ മക്കളെ ഇതിൽ കുറച്ച് പേരേ ഉള്ളൂ നമ്മൾ ഈ ഫാമിലി മെമ്പേഴ്സ്. അപ്പൊ അധികം ആരും അറിയൂല. ഞാൻ തെറ്റ് ചെയ്താൽ എവിടെ പോയി അങ്ങ് ദൂരെ പോയി ചെയ്താലും ആരും അറിയൂല. അങ്ങനെ ഒരു ധൈര്യം ഇന്നത്തെ മക്കൾക്ക് ഉണ്ട്. നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോഴും നമ്മളെ മക്കളെ അധികം പേര് കൊണ്ടുപോകില്ല, അല്ലെങ്കിൽ മക്കൾ പോരില്ല. അപ്പൊ അങ്ങനെ ഫംഗ്ഷനൊക്കെ ഫാമിലിയിൽ ഉണ്ടാവുമ്പോ എല്ലാരും കൊണ്ടുപോയി ഇന്ന ആള് നമ്മളിവിടെയാണ്, ഇയാൾ ഇന്ന സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെ നമുക്ക് ഓരോ സ്ഥലങ്ങളിലും പിടിപാടുണ്ടെന്നും നമുക്ക് വലിയൊരു ഫാമിലി ഇതുണ്ട് എന്നെല്ലാം മക്കൾക്ക് നമുക്ക് കാണിച്ചു കൊടുക്കുമ്പോ അവർക്കും ഒരു പേടിയുമാണ് എന്നാൽ ധൈര്യവുമാണ് അല്ലെ. അതെ എന്റെ ഫാമിലിനെ അങ്ങനെ മക്കൾ പുറത്തേക്ക് വിടാതെ കൊണ്ട് നടന്നിട്ട് ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അതെ പറയുന്നത്. കുറെ അതെ നമ്മൾ പിടിച്ചു പേരൻസിന്റെ അടുത്ത് വെച്ചത് കൊണ്ടും ഫാൾട്ട് കാര്യമില്ല. അതെ, പേരൻസിന്റെ അടുത്ത് ഇപ്പൊ വരുന്ന കുറെ ചന്ദ്രമേം ഫാൾട്ടുകളും ഉണ്ട്. പറഞ്ഞതുപോലെ അപ്പൊ തന്നെയാണ്. അതെ, ചന്ദ്രമേം പറഞ്ഞതുപോലെ നമുക്ക് പണ്ടൊക്കെ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ പാരൻസിനെ നമുക്കൊരു അയ്യോ എന്റെ അച്ഛൻ എന്റെ അമ്മ അല്ലെ ഞാൻ കാരണം മോശമാവരുത് എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നല്ലോ. ഇപ്പോഴുള്ള കുട്ടികൾക്ക് കുറച്ച് അത് കുറവാണെന്നാണ് പൊതുവെ കാണുന്നത് അല്ലേ. നമുക്കൊരു ഭയം ഉള്ളിലുണ്ടായിരുന്നല്ലോ. എന്ത് കാര്യം ചെയ്യാൻ നോക്കുമ്പോഴും അത് നമ്മളെ പിൻവലിപ്പിക്കുന്ന ഒരു ശക്തി അല്ലെ ഒരു ഭയം ഇതൊക്കെ നമ്മൾക്ക് കിട്ടിയിരുന്നു. ഇപ്പോഴ് കുറഞ്ഞ പേരിൽ അത് സോഷ്യൽ മീഡിയന്റെ എഫക്റ്റ് ആയിരിക്കും. റഫ് സാറ് നമ്മളിപ്പോ എന്ത് പറഞ്ഞിട്ടും അങ്ങനെയൊക്കെ ആവുന്നത്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഞാൻ നമ്മൾ ഈ ക്ലാസ് കേട്ടപ്പോഴുണ്ടല്ലോ, ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഓർക്കുമായിരുന്നേ. അത് ശരിക്കും നമ്മൾ ഈ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് വളരെ കറക്റ്റായ ഒരു ഇതാ അല്ലേ. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മളോട് ചോദിച്ചായിരുന്നു, നമ്മൾ ഏതെങ്കിലും ഗ്രാജുവേഷനോ എന്തെങ്കിലും നേടിയിട്ടാണോ നമ്മളൊരു പേരന്റ് ആവുന്നതെന്നല്ലേ. ശരി, നമ്മുടെ അച്ഛനും അമ്മയ്ക്കും വിദ്യാഭ്യാസം വേണമെന്നോ അവര് വലിയ ഒരു പോസ്റ്റിൽ ജോലി ചെയ്യണമെന്നോ ഒന്നുമില്ല. പക്ഷേ അവര് കാണിച്ചു തരുന്ന ഓരോ പ്രവൃത്തികളുമാണ് നമ്മളെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡന്റ് ആക്കി നമ്മുടെ ഈ സൊസൈറ്റിയിലേക്ക് വിടുന്നത് അല്ലേ. അതായത് എൻ്റെ അച്ഛനും അമ്മയൊക്കെ സാധാരണക്കാരാണ്, പക്ഷേ അവര് കാണിച്ചു തന്ന ഓരോ പ്രവൃത്തികളും ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ ഒരാളോട് എങ്ങനെ പെരുമാറണം, നമ്മൾ ഒരു ഡിഫറൻസ് ഹൈ ഫാമിലിയിൽ പെട്ടതാണ് അല്ലെ ഹൈ എഡ്യൂക്കേറ്റഡ് ആണ്, സാധാരണക്കാരനാണ്, എന്തെങ്കിലും രോഗം വന്നതാണ്, അങ്ങനെയൊന്നുമില്ല. അതുപോലെ അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഓരോ മനുഷ്യരെ, ഇതൊക്കെ നമ്മൾ നമ്മുടെ അച്ഛനെയും അമ്മയും കണ്ടുപിടിച്ചതാണ്. അതുകൊണ്ട് നമുക്കിപ്പോ എവിടെ ചെന്നാലും ഏത് ടൈപ്പ് മനുഷ്യരെ കണ്ടാലും നമുക്കൊരു വ്യത്യാസം തോന്നൂല. ഏതൊരു ഗ്രൂപ്പിലാണേലും നമുക്ക് അവിടെ നിൽക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു സാധാരണ ഗ്രാമമാണേ. അപ്പൊ ആ പഞ്ചായത്തില് എനിക്കിപ്പോഴും ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇപ്പൊ ഒരു SIR 2002 എന്ന് പറഞ്ഞ് നമ്മൾ എടുത്ത് ചെയ്യുന്നുണ്ടല്ലോ. ഈ അറിയാവോ മാം, ചെയ്തോ അത്? അപ്പൊ ഞാനിപ്പോ ഹസ്ബൻഡിന്റെ വീട്ടിൽ ഇവിടെയാണല്ലോ. അപ്പൊ ഇവിടെ എനിക്ക് ഇവിടുത്തെ ഇതിൽ കയറി നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പൊ ഞാൻ തിരിച്ച് നമ്പറിന് വേണ്ടിയിട്ടായിരിക്കും. അതെ. അപ്പൊ അത് നമ്മള് എന്റെ നാട്ടിലേക്കായി. അപ്പൊ എന്റെ വീടിന്റെ അടുത്തായി. അവിടെ കയറിയ ഉടനെ എനിക്കെല്ലാം ഈസിയായി കേട്ടോ. എന്താന്ന് വെച്ചാൽ ആ പഞ്ചായത്തിലെ ഓരോ വീട്ടിലെ അംഗങ്ങളെയും വീട്ടുപേരും എല്ലാം, അതായത് ആ പഞ്ചായത്ത് എന്നല്ല അവിടുത്തെ മുഴുവൻ ആളുകളെ എനിക്കറിയാം. എന്താന്ന് വെച്ചാൽ ഓരോ അമ്പലങ്ങളിൽ ഉത്സവം വരുമ്പോഴും അവിടെ നമുക്കൊരു റിലേറ്റീവ് കാണും. അപ്പൊ അവിടെ നമ്മളെയും കൊണ്ടുപോകും. എന്നിട്ട് അവിടെ നമുക്കിപ്പോ തോന്നുന്നത് ഇത് നമ്മുടെ വീടാണ്, നമ്മുടെ ഏരിയ ആണ്, ഇത് നമ്മുടെ സ്വന്തമാണ്. എല്ലാ ആളുകളും എവിടെ പോയാലും നമുക്കറിയാം അച്ഛനെ അറിയാവുന്ന ഒരാൾ കാണും, അമ്മയെ അറിയാവുന്ന കാണും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ബോധേഡാണ്, നമ്മളെ അറിയാവുന്ന ഒരാളുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയാലും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് കണ്ട് അച്ഛനെ അമ്മയെ അറിയിക്കാൻ ആളുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ഭയങ്കര ബോധേഡാ അതിനെക്കുറിച്ച്. ഇപ്പൊ അങ്ങനെ അല്ലല്ലോ സൊസൈറ്റിയിൽ. നമ്മൾ മിക്ക പേരൻസും പഠിപ്പിക്കുന്നത് ചിരിക്കാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. ഒരു സ്വന്തം അടുത്തുള്ളവർ പോലും പരസ്പരം അറിയാതെ ജീവിക്കുന്ന ഒരു കാലാണ് അല്ലെ ഇപ്പൊ. ഇതൊക്കെ തന്നെയാണ് വീടുകളിൽ പോയി ഇരിക്കുന്നില്ലല്ലോ ഇപ്പോഴും പണ്ടത്തെ പോലെ. അതെ.
അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ അത് കണ്ടുപിടിക്കാനും അപ്പോഴാണ് ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നത്, അയ്യോ എനിക്ക് എന്തൊരു ബോണ്ടായിരുന്നു അവിടെയായിട്ട്. എന്നുവെച്ചാൽ ഇവിടെ ഇല്ലെന്നല്ല ഇവിടെ എന്നാൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടി വന്നു. പക്ഷെ അവിടെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ടായി വന്നിട്ടുണ്ട് അല്ലേ മാം? അതല്ലേ വ്യത്യാസം ശരിക്ക് നമ്മളെ അത് നാട്ടില്? അതെ അതുപോലെ ആ. അൻസാർ സാർ പറഞ്ഞപ്പോ ഞാൻ ഓർക്കാണേ, അപ്പൊ ഞാൻ ഇവിടെ കുറേ ദൂരമുണ്ട് ഇവിടെ നിന്ന് വീട്ടിലേക്ക്. അപ്പൊ ഞാനിങ്ങനെ ലേറ്റ് ആയിട്ട് ഞങ്ങള് കുട്ടികളൊക്കെ ആയിട്ട് രാത്രിയിലൊക്കെ ചെല്ലുവാണെ, അമ്മയും അച്ഛനും ഇങ്ങനെ വെളിയിൽ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടാ, നമ്മൾ വരുമ്പോഴേ ഇങ്ങനെ ഓടി വരും. അപ്പൊ അതൊക്കെ കാണും, ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലെ. പക്ഷെ അത്രയും സ്നേഹവും അത്രയും ഇതും ഒക്കെ നമ്മൾ ഈ തിരക്ക് പിടിച്ച്, അതും ഒരു കാര്യമാണ്. അന്ന് അവരൊക്കെ കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കായിരുന്നു. നമ്മള് പല പല കാര്യങ്ങളിലേക്ക് പോകുമ്പം നമുക്ക് ഒന്നിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും നമുക്ക് വേണ്ടതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനും പറ്റാതെ പോകുന്നുണ്ടോ എന്ന് തോന്നിപ്പോന്നല്ലേ. സൂപ്പർ ക്ലാസ് അതെ ആയിരുന്നു കേട്ടോ, സൂപ്പർ താങ്ക് ക്ലാസ്. യു ബോബി മാം, താങ്ക് യു. എനിക്ക് ചിലപ്പോ തോന്നിയതേ ആളങ്ങ് ശരിക്കും അങ്ങ് ആ ടോപ്പിക്കിൽ മുഴുകി പോവുക, നമ്മളൊക്കെ ഇവിടെ ഉണ്ടോ എന്നൊക്കെ അങ്ങ് മറന്നുപോയോന്ന്. കുടുംബത്തെ കുറിച്ച് പറയുമ്പോ അല്ലേ? ഞാനിങ്ങനെ ഓർത്തേ, നമ്മള് ഒരു ഇത് കേട്ട് ബർണാഡ് ഷാ പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ടിൽ ഇരിക്കുന്നവര് ഒന്നുമല്ല, നമ്മളെല്ലാം പഠിച്ച് റെഡിയായി ഇരിക്കുവാണ്, അപ്പൊ നമ്മളങ്ങ് പറയുകയാണെന്നുള്ള രീതിയിൽ കോൺഫിഡന്റ് ആയിട്ട് അങ്ങ് പറയുമായിരുന്നു. ഓക്കെ മാം, താങ്ക് യു. നല്ല ക്ലാസ് കേട്ടോ. ഓക്കെ, താങ്ക് യു മാം. ഞാനിപ്പോ മാം പറഞ്ഞത് ഞാൻ ശരിക്കും കണക്ട് ആവുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാട്, അതായത് ജനിച്ച് വളർന്ന ഒരു നാട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട് അത് വളരെ വലുതാണ്. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയാറുള്ളത്, നിങ്ങളോട് ഏറ്റവും കൂടുതൽ എനിക്ക് അസൂയ തോന്നൽ അതാണെന്ന്. കാരണം സ്വന്തം നാട്ടിൽ തന്നെ ഇപ്പോഴും ജീവിക്കുന്നുണ്ടല്ലോ. പക്ഷെ നമുക്ക് അത് കഴിഞ്ഞില്ലല്ലോ. വീടൊക്കെ നമ്മൾ ഇവിടെ തന്നെയാണല്ലോ വെച്ചത്. പക്ഷെ എനിക്ക് എൻ്റെ വീട്ടിൽ പോകുമ്പോൾ അന്ന് 2002 അച്ഛൻ മരിച്ചത്. പക്ഷെ ഇന്ന് ഞാൻ അവിടെ ചെന്ന് എവിടെയെങ്കിലും എന്തിനെങ്കിലും ഒന്ന് നമ്മൾ സ്റ്റോപ്പിലൊക്കെ ഒരു 4-5 സ്റ്റോപ്പ് അപ്പുറത്ത് എന്താ സാധനം വാങ്ങാൻ കയറിയാൽ പോലും ആരായിരുന്നു എന്തായിരുന്നു, ഇത് കരുണേട്ടന്റെ മോളല്ലേ എന്ന് ചോദിച്ച് ഇപ്പോഴും പറയും. അപ്പൊ ഹസ്ബൻഡ് എന്നോട് പറയാം അതൊരു അത്ഭുതം തന്നെയാണെന്ന്. പക്ഷെ അത് അവിടെ ഒരു മാം പറഞ്ഞ പോലെ ഒരു കുറച്ച് ഗ്രാമപ്രദേശമാണ്. പിന്നെ എന്താ പറഞ്ഞാല് അങ്ങനെ ഒരു നല്ലൊരു പേരും കാര്യങ്ങളാണെങ്കിൽ അതെന്നും നിലനിൽക്കുന്നുണ്ട്, അത് എത്ര വർഷം കഴിഞ്ഞാലും. അപ്പൊ അവിടുന്ന് കിട്ടുന്ന ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് നമുക്ക് സ്വന്തം എന്താണ് ഹസ്ബൻഡ് വീട്ടിലെത്തിയാൽ അത്രത്തോളം കിട്ടുന്നില്ല. പക്ഷെ അത് നമ്മൾ ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ. ഇപ്പോഴും നമുക്ക് ഓക്കെ ആണ്. എന്നാലും അവിടുത്തത് ഇപ്പം ബോബി മാം പറഞ്ഞ പോലെ എല്ലാവരും ഇപ്പോഴും നമ്മളെ അറിയാ മനസ്സിലാക്കാൻ ഒരു വല്ലാത്തൊരു ഇതാണ് കേട്ടോ. അത് സത്യാണ് സീന മാം പറഞ്ഞ. എനിക്ക് ആ എൻ്റെ ഉപ്പ മരിക്കുന്നത് ഇപ്പൊ ഒരു 10 വർഷം മുമ്പാണ്. അപ്പം ഞാൻ അന്ന് പഠിക്കുന്ന സമയത്തൊക്കെ അത്യാവശ്യം മിടുക്കനായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഈ പഴയ ആളുകളൊക്കെ കാണുമ്പം ഇന്ന ആളുടെ മകനാന്ന് അറിയുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും എഞ്ചിനീയർ അല്ലേ എന്ന് ചോദിക്കും. അപ്പൊ അതൊരു 20 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. ഞാൻ എഞ്ചിനീയറിംഗിന് ചേർന്ന് നോക്കുക. പക്ഷെ അവരിതൊക്കെ ഓർത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളൊന്നും അത്ര മെമ്മറി ഇല്ല ഇപ്പം. അതെ സജിന മാം നേരത്തെ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു സംഗതി ഓർമ്മ വന്നേ. ഞാൻ പെട്ടെന്ന് തീർക്ക് പറയാം. ഞങ്ങളടുത്ത് വഴിക്കടവ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് നമ്മളടുത്ത് മങ്കടയിൽ ഒരു വഴിക്കടവുണ്ട്. അതുപോലെ തന്നെ നിലമ്പൂർ ഒരു വഴിക്കടവുണ്ട്. അപ്പൊ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കസിൻ ബസ്സിൽ വഴിക്കടവ്, അവന് പോകേണ്ടത് നമ്മളെ തൊട്ടടുത്തുള്ള വഴിക്കടവാണ്. അപ്പൊ അവന് ബസ് കയറാൻ വേണ്ടിയിട്ട് ബസ് കണ്ടപ്പം ബസ്സിൽ കയറിപ്പോയി. പക്ഷെ പോയത് നിലമ്പൂർ വഴിക്കടവിലേക്കാണ് ബസ് മാറിയിട്ടേ. അങ്ങനെ അയാൾ അവിടെ ചെന്ന്, അന്ന് മൊബൈൽ ഫോണും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അവിടെ ഇങ്ങനെ പരിങ്ങി നിൽക്കുന്ന കണ്ടിട്ട് ആരൊക്കെ ചോദിച്ചു എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ച് അവസാനം സംസാരിച്ച് വന്നപ്പം ഇവരുടെ ഒരു റിലേറ്റീവ്, ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് ആ ഭാഗത്തുണ്ട്. അങ്ങനെ അവരെല്ലാരും കൂടെ ആ വീട്ടിൽ കൊണ്ടുപോയി ആക്കി കസിനെ. ഇതൊരു 10-20-25 വർഷം മുമ്പുള്ള കഥയാണ് കേട്ടോ. അതിന്റെ മുകളിലായിട്ടുണ്ടാവും. അപ്പൊ ഞാൻ പറയുന്നു അന്ന് കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇത്ര ഇല്ല, നമുക്ക് സൗകര്യങ്ങളില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാൻ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ലാൻഡ് ഫോൺ പോലും വളരെ വിരളമാണ്. എന്നിട്ട് പോലും നമ്മളൊരു സ്ഥലത്ത് പോയി പെട്ടിട്ട് നമ്മളെ ആളുകൾ അറിയുന്നുണ്ട്, മീൻസ് നമ്മൾ ഏത് കുടുംബത്തിൽ പെട്ടതാണെന്നുള്ളത്. ഇപ്പം പക്ഷെ അങ്ങനെയല്ല. ഇപ്പം ഞാൻ പറയാം എൻ്റെ മക്കൾക്കൊന്നും നമ്മുടെ തൊട്ട് ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സിന് അറിയാമെന്നല്ല, അതിനപ്പുറം ആരെയും അറിയില്ല. എൻ്റെ ഇപ്പാൻ്റെ അല്ലെങ്കിൽ ഉമ്മേൻ്റെ റിലേഷൻസിനൊന്നും കണ്ടാൽ മനസ്സിലാവില്ല, അവരാരാന്ന് പോലും അറിയില്ല, മനസ്സിലാവുക പോലും പോയിട്ട്. അപ്പം എവിടേക്കോ നേരത്തെ ഇപ്പം ഒരു മാം പറഞ്ഞ പോലെ എവിടേക്കോ നമുക്കിങ്ങനെ ഒരു ഡിസ്കണക്ട് വന്നിട്ടുണ്ട്. അത് തിരിച്ച് കൊണ്ടുവരണം. അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സൊസൈറ്റി അത് തിരിച്ചു പിടിക്കണം. അല്ലെങ്കിൽ സൊസൈറ്റി ഇപ്പോൾ ഉള്ള ഇതിലും മോശമായിട്ട് ആവാനുള്ള സാധ്യതയാണുള്ളത്. താങ്ക് യു മാം. ഹലോ സീന മാം, താങ്ക് യു സോ മച്ച്. നല്ലൊരു സെഷൻ ആയിരുന്നു. ഇപ്പൊ റവ് സാറ് പറഞ്ഞ പോലെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ ഈ
ഒരു യൂണിവേഴ്സിറ്റിന്ന് മാത്രം നടക്കുന്ന കാര്യമാണ് കുടുംബം. ഇപ്പൊ കുട്ടികള് ഇപ്പത്തെ പണ്ടത്തെ പോലെയല്ല. പണ്ട് നമ്മളെ ഓർമ്മകളൊക്കെ പറയുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ്. ഇങ്ങനെ വീണ്ടും അത് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും നമ്മള്. കാരണം ഇന്നത്തെ പോലെയല്ല. അന്ന് നമ്മള് ആകെ നമ്മൾ എന്റർടൈൻമെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരു സിനിമ കാണും. സിനിമ കാണുമ്പോഴും അന്നത്തെ സിനിമകളൊക്കെ ഏകദേശം നമ്മുടെ ഈ ജീവിതത്തെ റിലേറ്റ് ചെയ്തിട്ട് തന്നെയായിരിക്കും. അവിടെ ആണുങ്ങളുടെ ഒരു ആധിപത്യവും പേടിച്ച് സ്ത്രീകൾ നിൽക്കുന്നതും നമ്മുടെ വീട്ടിൽ ജീവിക്കുന്നതും ആ ഒരു ഇതിൽ തന്നെ നമ്മൾ കാണും. ഇന്ന് പക്ഷെ അങ്ങനെയല്ല. ഇന്നത്തെ കുട്ടികൾ ഫുൾ റീൽസ് ആണ് കാണുന്നത്. അത് കണ്ടിട്ട് വീട്ടിൽ നിന്ന്, നമ്മുടെ വീട്ടിൽ നിന്ന്, നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടാത്ത സ്വാതന്ത്ര്യം നമ്മൾ ഈ റീൽസിൽ കാണുമ്പോൾ ആ റീൽസ് മാത്രം അത് ആ കാണിക്കുന്നവർ ആ റീലിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ. അവിടുത്തെ റിയൽ അവർ മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കാൻ അതെ. വെച്ചാല് ഇന്നത്തെ കുട്ടികൾ നമുക്ക് പറഞ്ഞതുപോലെ നന്നായിട്ട് എന്താ പറയാ, അൻസാർ സാറ് പറഞ്ഞ പോലെ തന്നെ ആ കൂടാരത്തിലെ നെറ്റ് ആവാൻ സാധിക്കണമെങ്കിൽ ആ ഒരു ഫ്രീഡം നമ്മളിൽ നിന്ന് തന്നെ കിട്ടണം. കുട്ടികൾ പുറത്തു പോയി ആ ഫ്രീഡം അന്വേഷിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്നത്തെ കാലത്ത് കൂടുതലും വരുന്നത്. അതുകൊണ്ടാണ് ഫ്രീഡം മാത്രം തേടി പോകുന്നത്. ഈ ഫ്രീഡത്തിന്റെ അപ്പുറത്തേക്ക് ഒരു ലൈഫ് ആരും ചിന്തിക്കില്ല. ആ ഒരു നിമിഷത്തെ ഫ്രീഡം, എനിക്ക് ഫ്രീഡം വേണം എന്ന് പറഞ്ഞ് പോണ ഒരു അവസ്ഥ ഇപ്പോഴത്തെ കുട്ടികൾ. ടീച്ചേഴ്സിന് വരെ പേടിയാ കുട്ടികളെ പഠിപ്പിക്കാൻ. കാരണം പഠിപ്പിച്ചങ്ങ് പോവുക. പിന്നെ അവിടെ വേറെ എന്തെങ്കിലും മറുപടി പറയോ എന്തെങ്കിലും ചെയ്താൽ പേടിയാണ്. കാരണം കുട്ടികൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ലൈഫാണ് ഇപ്പൊ പോണത്. അപ്പൊ അതൊക്കെ മാം പറഞ്ഞതുപോലെ, മാം റിലേറ്റ് ചെയ്ത് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ യൂണിവേഴ്സിറ്റിയിൽ മാത്രം പഠിപ്പിക്കാനും കഴിവുകൾ മികച്ചെടുക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു സഫ്ന മാം. സജിന മാം, നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ? സമയം കൂടുതലായില്ലേ?